നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 6 വേഴ്സ് 12 and 13. 6, 12, 13 വാക്യങ്ങൾ വായിച്ച് ദൈവസന്നിധിയിൽ സഹായിക്കും. വായിച്ചിട്ട് മക്കളെ. ആറാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അതിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. അടുത്ത കൂടെ പുസ്തകച്ചുരുൾ ആകാശം. ഇതാ എന്ന ഉച്ച കഴിഞ്ഞ വേളയിൽ നാം ചിന്തിക്കുന്നത് 8 വാക്യങ്ങളായിരിക്കും വായിക്കുന്നത്. വേഗത്തിൽ അവസാനിപ്പിക്കുകയും വൈകിട്ട് നമുക്ക് അവസാന ഭാഗം വെളിപ്പാട് വീണ്ടും പ്രസംഗിക്കാനുണ്ട്. ലഭിക്കപ്പെട്ട വചനത്തിൽ ഒരിക്കൽ കൂടി കണ്ണുകളെ അടയ്ക്കാം, തിരുമുഖത്തേക്ക് നോക്കാം. മോചവാനായ ദൈവം ഓരോ ദിവസവും നടത്തുന്നതിനായി നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. മോചവാനായ ദൈവത്തിൻ്റെ കരം ഇന്ന് മധ്യാഹ്നത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെടുവാൻ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല മധ്യാഹ്ന വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരിക്കൽ കൂടി ഉച്ച കഴിഞ്ഞ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവം അവസരം തന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. യഹോവയുടെ വചനം യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു. അത് കാദേശ് മരുഭൂമിനെ നടുക്കുന്നു. മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവവചനത്തിൻ്റെ ശബ്ദം ഈ പകലിൽ പുറപ്പെടുമ്പോൾ ഇന്ന് പകലിൽ വെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്ന ശബ്ദം കള്ളികൽ മുടങ്ങുമ്പോൾ ഇന്ന് ഈ മധ്യാഹ്ന സമയത്ത് പ്രിയ പിതാവേ, ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റിയതുപോലെ ചില കുഞ്ഞുങ്ങൾ യേശുവിന് വേണ്ടി കരമുയർത്തുക. ചില മദ്യപാനികൾ മാനസാന്തരപ്പെടുവാൻ, ജീവിതം തകർന്ന വ്യക്തികൾ യേശുവിന് വേണ്ടി ഇന്ന് പകലും കരമുയർത്തുക. അങ്ങയുടെ വചനത്തെ ശക്തി ഇന്ന് പകലും ഈ ഹല്ലേലൂയ പള്ളിമുറ്റത്ത് വെളിപ്പെടുന്ന പകലായി മാറട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറട്ടെ. ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറട്ടെ. നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അടിപ്പണരുടെ കരം ഇന്ന് പകൽ അവരെ തൊടുന്ന പകലായി മാറട്ടെ. സഭാമക്കൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടട്ടെ. വൈദിക ശ്രേഷ്ഠൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇതിൻ്റെ കമ്മിറ്റിക്കാർ കൈക്കാൽമാരും അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. വീട്ടിൽ പ്രായാധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിക്കൽ ദൈവസഭയ്ക്ക് ഇതൊരു അനുഗ്രഹമായി മാറട്ടെ. ഇതിൻ്റെ പിൻപിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സകല മക്കളെയും ദൈവം കാക്കണം. ഒരു പകൽ കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. പ്രിയ പിതാവെ, മണിക്കൂറുകൾക്ക് മുമ്പ് പ്രസംഗിച്ചതല്ല, ഒരു അന്ത്യകാലത്തിൻ്റെ ദൂത് പറയുവാൻ എളിയവനെ ബലപ്പെടുത്തണം. ഈ കുഞ്ഞുങ്ങളെ കൃപയാൽ കാക്കണം. വൈകിട്ടത്തെ ഞങ്ങളുടെ യോഗത്തെയും തിരുക്കരങ്ങൾ തരുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം. ചന്തവും ക്രമവും ഉചിതമായി അങ്ങയുടെ വേല ചെയ്തെടുക്കുക. ഈ മക്കളാകുന്ന ഞങ്ങളെ ദൈവം ബലപ്പെടുത്തും. ആദിയോടുന്ന തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും. കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തി വിടും. മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക്. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്താവിന് മഹിമ കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആഹാരം കഴിച്ചതിന് ശേഷം അധികം ഉണർവ് വരുന്നില്ലല്ലോ, ഉറക്കം വരുന്നതാണ്. എനിക്ക് സ്വതന്ത്രം. ഈ ആഴ്ച മാത്രമല്ല പ്രസംഗമുള്ള അടുത്ത ആഴ്ചകളിലെല്ലാം നിങ്ങൾക്ക് സഭായോഗം കഴിഞ്ഞ് നേരത്തെ പോകാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. 8 വാക്യങ്ങളായിരിക്കും. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും ഇടുക്കിയെ പിടിച്ചുളയ്ക്കാൻ പോകുന്ന മുല്ലപ്പെരിയാറും ഇതൊക്കെ നടക്കുമോന്ന് ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കും. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണ ഗുരു അതെപ്പോൾ സംഭവിക്കും, നിന്റെ പരമ ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് യേശു പറഞ്ഞ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിക്കുന്നതിൻ്റെ കുമ്പളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ കണ്ണിക്കല ദൈവമക്കൾ ഇതൊക്കെയും കാണുമ്പോൾ അവനെടുക്ക ബാധിക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാളിൽ, ലോത്തിൻ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യകുമാരൻ വെളിപ്പെടുന്ന നാളിൽ ഇതാ യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ നിവർത്തിയായി 4 ഭാഗങ്ങൾ. 1 ഇസ്രായേലാകുന്ന യഹൂദന്റെ ലക്ഷണം വരവ്. 2 അവനടുക്ക ബാധിക്കൽ, രാത്രിയിൽ ചിന്തിക്കും. 3-ാമത്തെ ലക്ഷണം പ്രപഞ്ച ലക്ഷണം. 4 ഏകലോക മതം. അതിനാസ്പദമായ വെളിപ്പാട് പുസ്തകത്തിലെ ആ ഭാഗങ്ങൾ നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചു തുടങ്ങിയത്. 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 ആസിയയിലെ 7 സഭ, 4 സഭയിവിടിൽ അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാർ, 6 കുഞ്ഞാട് മുദ്രകൾ വെട്ടിക്കുന്നു. രാവിലെ മുതൽ നാം ചിന്തിക്കുന്നു. 1-ാം മുദ്ര വെള്ളക്കുതിര, സമാധാനത്തിൻ്റെ പുറമൂടി യഹൂദൻ്റെ ആലയം, ഇസ്രായേൽ ഹമാസ് സംഘടനം എത്തുന്നതിൻ്റെ പരിസമാപ്തി ആലയത്തിലേക്ക്, അതിനു മുമ്പ് ദൈവസഭ. 2 രാവിലെ ചിന്തിച്ചു. 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിര, അതിന്മേലിരിക്കുന്നവൻ
അന്യോന്യ മനുഷ്യൻ കൊല്ലുവാൻ സമാധാനം എടുത്തു കളയേണ്ട ഒരു അധികാരം ഒരു വലിയ വാൾ തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രസംഗിച്ചു. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിര 1 വൈമൻ സ്കെയിൽ, ഒരു മണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു മണത്തിന് ഒരിടങ്ങഴി യവം, എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്ത 4 ജീവികളിൽ 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു മഞ്ഞ കുതിര, അവന് മരണമെന്ന് പേർ, വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ കാലാംശത്തിൽ മേൽ അവൻ അധികാരം. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ യാഗപീഠത്തിന് കീഴെ അറുക്കപ്പെട്ട ആത്മാക്കളെ കണ്ടു. യഹോവയുടെ വചനവും സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ. ഇന്ന് രാത്രി ചിന്തിക്കും. 6-ാം ഭാഗമായി ഇപ്പോൾ വായിച്ചത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പണം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു, പുസ്തക ചുരുൾ ചുരുട്ടുന്ന പോലെ ആകാശം മാറിപ്പോയി. വരാൻ പോകുന്ന ഭൂതലത്തിൽ വരുന്ന മാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് ഉച്ചകഴിഞ്ഞ വേളയിൽ നാം ചിന്തിക്കും. വിശുദ്ധ ബൈബിളിലേക്ക് വീണ്ടും മടങ്ങി വരാം. ഉൽപ്പത്തി ആരംഭിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാടും ശൂന്യവുമായിരുന്നു. ഇരുൾ ഭൂതലത്തിന്മീതെ, വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പരിവർത്തിച്ചു. നാം പാർക്കുന്ന ഭൂമിയെ പറ്റിയത്. നാം പാർക്കുന്ന ഭൂമിയുടെ പ്രത്യേകത, മിൽക്കി വേ ഗാലക്സിയിലെ 9 ഗ്രഹങ്ങൾ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. അതിൽ പ്ലൂട്ടോ പോയി ഇപ്പോൾ അഷ്ടഗ്രഹങ്ങൾ. അങ്ങനെയെങ്കിൽ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവം. പുറകെ നാം പറയും. അതിനുശേഷം എവിടെ ഈ സൂര്യൻ്റെതും ഭൂമിയുടേതുമായ മാറ്റങ്ങൾ ബൈബിൾ കൂടെ. ഉൽപ്പത്തി 16:1-16 പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. നാം പാർക്കുന്ന ഭൂമിയുടെ പ്രത്യേകത 51.75 ചതുരശ്ര കിലോമീറ്റർ നാം പാർക്കുന്ന ഭൂമി. ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിനകത്ത് നമ്മുടെ ഭൂമി ഇങ്ങനെ ചരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24 ഇവിടെ വെള്ളം കയറ്, 23 തീ പിടിക്കും. അപ്പോൾ ഇവിടുത്തെ ചരിത്രകാരന്മാർ പറയുന്ന പോലെ ദൈവത്തിൻ്റെ അനന്തമായ സൃഷ്ടിയാണ് നാം പാർക്കുന്ന ഭൂമി. 1680 കിലോമീറ്റർ പമ്പരം പോലെ ഓടുന്ന ഒരു ഭൂമിയാണ് നാം പാർക്കുന്ന ഭൂമി. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. 1:16. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ മുഴുവൻ സയൻസിലേക്ക് ശ്രദ്ധയോടെ ഇരിക്കണം. ഒന്നാമത് അന്ത്യദിനങ്ങൾ സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങും. ഉൽപ്പത്തി 1:16 പകൽ വാഴുവാൻ സൂര്യനും, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഗ്രഹമാ നാം പാർക്കുന്ന ഭൂമി. ഭൂമിക്ക് 4 തട്ടുകൾ. ഒന്നാമത്തെ തട്ട് ക്രിസ്റ്റ്, 80 കിലോമീറ്റർ വീട് വെക്കാം. ഒന്നാമത്തെ തട്ട് ക്രിസ്റ്റ്, 80 കിലോമീറ്റർ വീട് വെക്കാം, വെള്ളം കിട്ടും. രണ്ടാമത്തെ തട്ട് മാൻഡഡ്, 2000 കിലോമീറ്റർ കട്ടിപ്രതലം. മാൻഡിൻ്റെ അടിയിൽ 3-ാമത്തെ ഭാഗമുണ്ട്, അതിൻ്റെ പേര് ടെക്ട്രോണിക് പ്ലേറ്റ്. 4-ാമത്തെ ഭാഗമാ ഭൂമിയുടെ അധോ ഭാഗം തീ കൊണ്ടെന്ന പോലെ തിളയ്ക്കുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം. എല്ലാം എത്തുന്നത് മുല്ലപ്പെരിയാറിലേക്ക്. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഘടകമാ ഭൂമി. അങ്ങനെയെങ്കിൽ പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ. ശ്രദ്ധയോടെ ഇരിക്കും. സൂര്യന് 3 ഘടകങ്ങളുണ്ട്. 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണ. അതിനകത്ത് കൊറോണയ്ക്കകത്ത് 1 മിനിറ്റിനകത്ത് കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നത് ബൈബിളും സയൻസ്. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ സയൻസ് നിങ്ങൾക്ക് പ്രോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ. അതിന് നാടൻ ഭാഷയിൽ നമുക്കൊരു മലയാളം പറയാം. തേങ്ങ 1 തൊണ്ട്, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. സന്തോഷമില്ലല്ലോ? ഇപ്പം കാര്യം പിടികിട്ടിയതിനാ സ്വോത്രം. അത് പലർക്കും ഇന്ന് തേങ്ങ എന്തുവാന്ന് അറിയത്തില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തിരുമിയതാ പലരും കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തൊണ്ടും അറിയത്തില്ല, ചിരട്ട അറിയത്തില്ല, തേങ്ങാപ്പൂളും അറിയത്തില്ല. അതുകൊണ്ട് ഈ തേങ്ങയുടെ 3 ഘടകം, 1 തൊണ്ട്, 2 ചിരട്ട, 3 തേങ്ങാപ്പൂൾ. അതിനകത്ത് ഈ CME അഥവാ കത്തുന്ന വാതകമുണ്ട്. 1 മിനിറ്റിൽ 40 ടൺ ഹൈഡ്രജൻ കത്തുന്നു. അതാ ബൈബിളും സയൻസ്. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. ആകാശത്തിൻ്റെ 7 തട്ടുകളിൽ കൂടിയ. എല്ലാവരും കേൾക്കണം. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം 15 കോടി കിലോമീറ്റർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആപേക്ഷിക സിദ്ധാന്തം. അതിനകത്ത് ആകാശത്തിന് 7 തട്ടുകളുണ്ട്. ഡയറക്റ്റ് ഒരു പ്രകാശം ഇറങ്ങി വന്നാൽ അത് മനുഷ്യനെ കൊന്നുകളയും. അതുകൊണ്ട് ആകാശത്തിൻ്റെ 7 തട്ടുകൾ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ 1 സ്ട്രാറ്റോസ്ഫിയർ, 2 ഓസോൺ, 3 ട്രോപ്പോസ്ഫിയർ, 4 അയണോസ്ഫിയർ, 5 തെർമോസ്ഫിയർ, 6 എക്സോസ്ഫിയർ, 7 മിസോസ്ഫിയർ. ഇതൊന്നും അറിയാത്ത കാലത്ത് മൂലമറ്റ തപ്പച്ചൻ റോഡിൽ നിന്ന് പാടി ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ. സന്തോഷമില്ലല്ലോ? ആരുടെയും കരമുയരുന്നില്ലല്ലോ? അപ്പച്ചൻ +2 പാടില്ല, ഡിഗ്രിയും പാടിയില്ല. മൂലമറ്റത്ത് കുരിശടിയാണ് അവിടെ നിന്ന് പരിശോധന പാടി ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ. 7 കമ്പാർട്ട്മെൻറ്റുകൾ ആകാശത്തിൽ. ഒന്നാമത്തത് സ്ട്രാറ്റോസ്ഫിയർ. ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങി. 2-ാമത്തെ കമ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ഓസോൺ പാളി. സൂര്യൻ്റെ താപം മനുഷ്യരിലേറ്റാൽ മനുഷ്യനൊരു കുഴപ്പം വരാതിരിക്കുവാൻ ദൈവം വെച്ച പാളിയ ഇന്നത്തെ ഓസോൺ ലെയർ. മലയാളം. ഇവിടെ LMS LP സ്കൂളിൽ വരുന്ന കുഞ്ഞിന് ചൂടേക്കാതിരിക്കാൻ അമ്മ കൊട പിടിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം ഭൂമിക്ക് വെച്ച കൊടയുടെ പേര് ഓസോൺ ലെയർ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അപ്പോൾ ദൈവം അതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞു തരാം.
ഇവിടെ ഞങ്ങളല്ല ശബ്ദം ഉപയോഗിക്കുന്നു, ഇവിടെ ലൈറ്റ് കുഞ്ഞുങ്ങൾ കത്തുന്നു, ഇതിൻ്റെ പിൻപിൽ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കത്തുന്ന വാതകമാ ഹൈഡ്രജൻ, അതിൻ്റെ പ്രകാശമാ 7 തട്ടുകളിൽ കൂടി ഇറങ്ങുന്നു. പകൽ വാഴുവാൻ വലിപ്പവും വെളിച്ചവും കൂടിയ സൂര്യൻ, രാത്രി വാഴുവാൻ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ചൂട് കൂടുന്നു? ഓസോൺ പാളി കീറി 1,76,000 കിലോമീറ്റർ ആകാശത്തിൻ്റെ തട്ടുകൾ കയറിയത്. മലയാള മനോരമ ആഗോള താപനം. എവിടെ പോയാലും ആൾക്കാർ പറയുന്നത് ചൂട് ചൂട് ചൂട്, മനുഷ്യനെ കൊല്ലുവാൻ പോകുന്നു. അന്ത്യദിനങ്ങൾ സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങും. അതുകൊണ്ട് ഇന്ന് പകൽ ഇനി ക്ലിയറായിട്ട് ഓൺലൈൻ മക്കൾ കൊടുത്തിരിക്കണം. പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. കണ്ടോ? ഇന്ന് കണ്ടോണേ, ഈ പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചെറിയ ഗോളമാകും. മലയാളം മനസ്സിലാകുന്നവർക്കായി നമ്മുടെ മൂലമറ്റത്തെ റോഷമാമ അവിലേശുണ്ട ഉണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചൂടുകൊണ്ട് ചെറിയ ഗോളമാകുമെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്ന കാലം വിദൂരമല്ല. അങ്ങനെയെങ്കിൽ സൂര്യൻ മനുഷ്യനെ കൊല്ലുമോ? വെളിപ്പാട് പുസ്തകം വായിക്കാം, 16:8 വായിക്കണം. അന്ത്യദിനങ്ങളിൽ ഇതിൻ്റെ പേരാ സോളാർ റേഡിയേഷൻ. വായിക്കാം കുഞ്ഞ്, വായിക്കണം. നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു, അപ്പോൾ തീ കൊണ്ട് മനുഷ്യനെ ചുടുവാൻ തക്കവണ്ണം. അവിടെ നിൽക്കട്ടെ, ഓടിപ്പോലെ മക്കൾ വാക്യം മാറ്റല്ലേ. ഇതാണ്ട് ഞാൻ പോയാലും ഇവിടെ പിടിക്കരുത്. നമ്മുടെ യുവജനങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സൂര്യാഘാതം മരണം 3 കേരളത്തിൽ. ഒരു ദിവസം പാലക്കാട് കുന്നിക്കോടുകാരൻ ജോൺസൺ, വടകരയിലെ ചേച്ചി 3 പേരെ സൂര്യൻ കൊന്നുകളഞ്ഞു. ഇതിൻ്റെ പേരാ സോളാർ ഇമ്പൾസ് റേഡിയേഷൻ. അന്ത്യദിനം. ഇനി ഗുണ്ടകളും വേണ്ട, കാട്ടാൻ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒന്നും വേണ്ട. പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ പോകുന്നു. അതിൻ്റെ പ്രത്യേകത സോളാർ റേഡിയേഷൻ. കട്ടപ്പന കൂടെ പോകുന്ന ചെറുപ്പക്കാരും 2 പേരുടെ തലയിൽ പൊള്ളൽ. അതിൻ്റെ പ്രത്യേകത ക്യാൻസറിനേക്കാളും വലിയ UV അടിക്കുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻ അതാ. അതുകൊണ്ട് പുനലൂരിൽ വെൽഡിംഗ് തൊഴിലാളി മരിച്ചു വീഴുന്നു. പാലക്കാട് ചെറുപ്പക്കാരും പോകുമ്പോൾ സൂര്യാഘാതം. ഇന്ന് ഈ ഉച്ചസമയത്ത് നിങ്ങൾ കേൾക്കണം. പാറശാല പരശുവയ്ക്കൽ CSIയുടെ കോട്ടയാശാലം, അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം നടന്നു. ഒരു രാജുചേട്ടൻ പണിക്ക് വേണ്ടി വയലിനകത്ത് വന്നു. രാവിലെ കാപ്പിയായിട്ട് വന്ന് 1:30 വീട്ടിൽ ചെല്ലുമെന്ന് വിചാരിച്ചു. ചെന്നില്ല. 2 മണിക്ക് വീട്ടുകാർ വന്ന് കൊഴിഞ്ഞു കിടക്കുന്നു. അവർ വിചാരിച്ച ഹാർട്ട് അറ്റാക്കാന്ന്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ പറഞ്ഞു സൂര്യാഘാതം മുതൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു, മനുഷ്യൻ മരിച്ചു വീഴുന്നു, അന്ത്യകാലം. അതുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു സൂര്യൻ്റെ കീഴിൽ നിൽക്കരുത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറയുന്നു 11 മുതൽ 2 വരെ ഡയറക്ടർ സൂര്യൻ്റെ കീഴിൽ നിൽക്കരുത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്ന ദിനം വിദൂരമല്ല, സൂര്യനെ സൂക്ഷിക്കുക. ഇന്ന് ദൈവം വെച്ച 17, ഇടുക്കിയിൽ 37, സൗദി അറേബ്യയിൽ 48, ദുബായിൽ 46, കുവൈറ്റിൽ ഏറ്റവും വലിയ ചൂട്. അന്ത്യദിന സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുന്നു. നിങ്ങൾക്കറിയാമോ, ഉത്തർപ്രദേശിൽ ഒരു ബാലെ ബാബ ഹാത്രസിൽ ഒരു പരിപാടി നടത്തു. 2 ലക്ഷം പേരോളം കണ്ട് കൂടിയത്. ഷീറ്റിനകത്തൂടെ തീ പോലെ ചൂടിറങ്ങിയത്. ജനം ഓടി. എത്ര പേർ മരിച്ചു വീണു. അന്ത്യകാലത്ത് സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. ഇന്ന് അടുത്ത വാക്യം കൂടെ മോൾ വായിച്ചട്ടെ. അടുത്ത വാക്യം കിടക്കുന്നു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഇന്ന് പകൽ കണ്ണിക്കൽ CSIയിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദരി വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ്, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ റാലി നടന്നു കർണാടകയിൽ. 14 പേരെ കുഴഞ്ഞു വീണ് മരിച്ചത് തീവ്രവാദികളല്ല. അമിത്ഷായുടെ റാലിക്കകത്ത് സോളാർ റേഡിയേഷൻ 14 പേർ മരിച്ചു വീണെങ്കിൽ മലയാള മനോരമ സൂര്യാഘാതം കേരളത്തിൽ, സൂര്യനെ പേടിക്കുക. അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സാമ്പിളിപ്പടി തുടങ്ങി ട്രെയിൻ അടിക്കുന്നത് ബസ്സിൽ പോലെ പ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണം തരുന്ന സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുന്നു. ഇതാ ഞങ്ങളുടെ ബൈബിളിന്റെ തനിമ. ഇന്നത്തെ കാലത്ത് ശാസ്ത്രം വരുന്നതിന് മുമ്പ്, ടെക്നോളജി വരുന്നതിന് മുമ്പ്, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൽ ഒരു അപ്പച്ചൻ പറഞ്ഞു. വീണ ജോർജ് പറയുന്നതിന് മുമ്പ്, സഖാവ് പിണറായി വിജയൻ പറയുന്നതിന് മുമ്പ്, ഞങ്ങളുടെ ബൈബിള് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ ഒരു അപ്പച്ചൻ കിടന്നപ്പോൾ സ്വർഗം പറഞ്ഞു അന്ത്യകാലത്ത് സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുക. സാമ്പിൾ ഇടുക്കിയിലും തുടങ്ങിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ സൂര്യൻ മനുഷ്യനെ കൊല്ലും. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോടെ മധ്യാകാശത്തിൽ ഉദിച്ചുയരും. കരമുയർത്തുന്നവർക്ക് തൊഴുത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പശുക്കിടാങ്ങളെ പോലെ ദൈവമക്കൾ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. നമ്പർ 1 സോളാർ റേഡിയേഷൻ. ഇനി ഒരു കാര്യം കൂടെ കേൾക്കണം. സൂര്യന്റെ ചൂട് ഈ ലെവലിൽ പോയാൽ ഇനി വരാൻ
പോകുന്ന തീക്കാറ്റ്, അതിനെ സയൻസ് വിളിക്കുന്ന പേരാ സോളാർ വിൻഡ് സ്റ്റോം. ചെറുപ്പക്കാരെല്ലാം കേട്ടേക്കണം, നിങ്ങളുടെ മൊബൈലുകൾ പലതും ചാർജ് ആകത്തില്ല. ബാറ്ററി കൊണ്ട് ഓടുന്ന കാറുകളെല്ലാം വഴി കിടക്ക്, ടെലിഫോൺ ടവറിൻ്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതാകും. അതിൻ്റെ പേരാ സോളാർ വിൻഡ് സ്റ്റോം. അന്ന് ഫേസ്ബുക്കും കിട്ടത്തില്ല, യൂട്യൂബും കിട്ടത്തില്ല, വാട്സപ്പും കിട്ടത്തില്ല. എത്ര പേര് ചെങ്കളത്തോ പന്നിയാറിലോ ചാടുമെന്ന് ഓർത്താൽ മതി. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അടുത്ത് അടിക്കാൻ പോകുന്നത് സോളാർ വിൻഡ് സ്റ്റോം. ഇലക്ട്രിക് കാറുകൾ അനങ്ങത്തില്ല. നിങ്ങളുടെ മൊബൈൽ വഴി ചാർജ് ചെയ്യുന്ന സിസ്റ്റം ഡൗൺ. ഇടുക്കിയിൽ ഒറ്റ ടെലിഫോൺ ടവർ വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ ഒരു തീക്കാറ്റ് വരുന്നെന്ന് ശാസ്ത്രലോകം പറയുന്നു. നമ്പർ 1 സോളാർ വിൻഡ് സ്റ്റോം. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പരപ്രഭാതത്തിൽ അരുണിമയുടെ പൊൻകിരണത്തിന് സൂര്യൻ മനുഷ്യരെ കൊല്ലുവാൻ പോകുന്നു. നമ്പർ 1. 2, ഒരു മൂലമറ്റ സെന്റ് ജോസഫിൽ ഇരിക്കുന്ന പോലെ ക്ലാസ് ആയി. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 10-11. ആകാശത്തിൽ നിന്ന് പാറ വീഴാൻ പോകുന്നു. വെളിപ്പാട് 8-10-11. കുഞ്ഞു വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 8-10-11 വാക്യങ്ങൾ വായിച്ചാട്ടെ. രണ്ടാമത്തെ ദൂതനൂതി. അവിടെ നിൽക്കട്ടെ. ഇതാ കണ്ടോ, ഞാൻ ഈ പ്രസംഗം വളരെ സ്പീഡിൽ പോകുന്നതുകൊണ്ട് പല കാര്യങ്ങളും ഇതാണ്ട് ധ്രുവ ദീപ്തി. എല്ലാവരും ഇത് കാണണം മോനെ, ഇത് കൊടുക്കണം. ഇതിൻ്റെ പേരാ സോളാർ വിൻഡ് സ്റ്റോം. ഇന്ത്യയിൽ ആദ്യമായി ദാ കിടക്കുന്ന ധ്രുവ ദീപ്തി. ഇതാ തീക്കാറ്റ് ഇറങ്ങാൻ പോകുന്നെന്ന് മലയാള മനോരമ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യമായി പ്രസംഗിക്കുന്ന ധ്രുവ ദീപ്തി സോളാർ വിൻഡ് സ്റ്റോം. രണ്ടാമത്തെ ദൂതനൂതി. അടുത്ത വാക്ക്, തീ കത്തുന്നത് പോലെ, വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി. അതിന്റെ പേര് ആകാശപാറ. മോള് പറയുമ്പോ അടുത്ത ബാക്കി കൂടെ വായിക്കണം. ആകാശത്തിൽ നിന്ന് പാറ വീഴും. ആകാശത്തിനകത്ത് പാറയുണ്ടോ? എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. അതിനാ സയൻസ് ടീച്ചർ പറയുന്ന ഒരു കാര്യമുണ്ട്. അസ്ട്രോയിഡ് 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപാറ ആകാശത്തിനകത്ത്. എല്ലാവരും കേൾക്കണം. 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപാറ. അതിന് സയൻസ് വിളിക്കുന്ന ഓമന പേര് അസ്ട്രോയിഡ്. ഇന്ന് പകലിടത്തും പാറ കത്തു. അങ്കമാലിയിൽ തീ കത്തുമ്പോൾ പലരും പറയും കർത്താവ് വരാറായി. ഇസ്രായേലിനകത്ത് ഒരു തീകോളം കാണുമ്പോൾ പലരും പറയും കർത്താവ് വരാറായി. അങ്ങനെയൊന്നും കർത്താവ് വരത്തില്ല. കർത്താവ് വരണമെങ്കിൽ 3 കാര്യം പുറകെ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇന്ന് വായനാ ഭാഗം കുഞ്ഞ് വായിച്ചത്. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ എൻ്റെ കർത്താവ് വരും. അതുകൊണ്ട് ഈ ഓൺലൈൻ മീറ്റിംഗ്, സൂം മീറ്റിംഗ്, പലരും പറയുന്നത് കർത്താവ് വരും. നിങ്ങളുടെ വീടും കാറും ഇവിടെ ഇടുക്കിയിൽ വിൽക്കരുത്. എത്രയോ ഗ്രാമങ്ങൾ इंडिया, आप लोग नॉर्थ इंडिया में जाएगा 5000 गाँव में किसी भाई बहन अभी तक अपना परमेश्वर का नाम अभी तक नहीं सुनने वाला है. 5000-ൽ പരം ഗ്രാമങ്ങളിൽ ഇന്ന് സുവിശേഷം എത്തിയിട്ടില്ല. നമ്മുടെ കൊച്ചു കേരളം ഇത്രയും മിഷണറിമാരും കാര്യം ഉണ്ടായിട്ട് ഏകദേശം കാസർഗോഡ് പല പഞ്ചായത്തിൽ പോലും ഇന്ന് സുവിശേഷം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഉപദേശം പറഞ്ഞ് വീടും കാറും വിൽക്കരുത്. 1, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെ സകല ജാതികൾക്ക് സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. മത്തായി 24:14 ബൈബിൾ നിങ്ങൾ കൂടിയിരിക്കണം. 2, ഇസ്രായേലിന്റെ അംശമായ കാഠിന്യമുണ്ടാകും. റോമാലേഖനം 11:25 ഇസ്രായേലിന്റെ അംശമായ കാഠിന്യമുണ്ടാകും. അതാ ഒക്ടോബർ 7 മുതൽ 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി 80 വയസ്സിലേക്ക് പോകുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും വലിയ അടി കിട്ടിയത് എന്നാൽ ഈ 2021 ഒക്ടോബർ 7 ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായ കാഠിന്യം. അതുകൊണ്ട് വീടും കാറും ഒന്നും വിറ്റിപ്പഴൊന്നും പോകരുത്. 3-ാമത്തെ സംഭവം പത്രോസിലേക്ക് ധന്യം ചൊല്ലി നിങ്ങളുടെ ബൈബിൾ കൂടെ 2 പത്രോസ് 3:9 അതായി കണ്ണിക്കൽ CSI കൺവെൻഷൻ. കർത്താവിൻ്റെ എന്താ വചനത്തിന്റെ പ്രത്യേകത? ചിലർ താമസം വിനാ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ അല്പം കൂടി താമസിക്കുന്നത്. കണ്ണിക്കലിൽ ചിലരും കൂടി മാനസാന്തരപ്പെട്ട് രക്ഷയിലേക്ക് കടന്നു വരണം. കരമുയരുന്നില്ലല്ലോ. ഈ 3 ഭാഗം നടന്നിട്ട് കർത്താവ് വരൂ. അതുകൊണ്ട് ഇടുക്കി തീകോളം കണ്ടാലും കട്ടപ്പന തീകോളം കണ്ടാലും വീടും കാറും ഒന്നും വിൽക്കരുത്. പലരും ഫേസ്ബുക്കിൽ പരസ്യം കൊടുക്കും കർത്താവ് വരാറ്. അങ്ങനെയൊന്നും കർത്താവ് വരത്തില്ല. എന്താ ആകാശപാറ? ബാക്കിയൂടെ കേട്ടാട്ടെ. 2009 ഇത് ഓൺലൈൻ പോകുന്നല്ലോ. 2009 അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷിച്ചില്ല. എന്താ ക്രിസ്മസ് ആഘോഷിക്കാതെ? 2009 ഡിസംബർ മാസം 9-ാം തീയതി നിങ്ങളുടെ ഗൂഗിൾ ചെക്ക് ചെയ്തോ. ന്യൂഡൽഹിയിൽ നിന്ന് 109 ആകാശപ്പാറ. എവിടത്തേക്ക് പോയി? ജപ്പാനിലേക്ക് പോയി. അമേരിക്കക്കാർ വിചാരിച്ചത് ലെബനോൻ വഴി അങ്ങാണ്ട് കയറി ആഫ്രിക്കയിൽ പോകുന്നത്. ജപ്പാനിൽ ചെന്നപ്പോൾ ചെറുതോണിയിൽ നിന്ന് ഇടുക്കി വണ്ടി കട്ടപ്പനയ്ക്ക് തിരിയുന്നുള്ള ഒറ്റ തെരുവ് അമേരിക്കയിലോട്ട് വന്നു. 2009 109 ആകാശപ്പാറ കണ്ട് അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷം നടന്നില്ല. ഇന്ത്യയും പേടിച്ചു. ഈ പാറ എവിടെ? ഇതെല്ലാം താഴെ വീഴും. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഈ പാറകളെല്ലാം താഴെ വീഴും. ഇന്ന് പകൽ 4 സെന്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ വരെ ആകാശപാറ. ബാക്കി കേട്ടാട്ടെ.
ഈരാറ്റുപേട്ട ടൗൺ ഞാൻ കർത്താവിൻ്റെ വരവ് പ്രസംഗിക്കുക. കുഞ്ഞുങ്ങൾ ഇവിടെ ലൈവ് കൊടുക്കുന്നു. അന്ന് ഈ ഇടുക്കിയിൽ ഒരു സിറ്റി ടി വിക്കാർ വന്നു. അവരെന്നോട് ചോദിച്ചു ലൈവ് കൊടുക്കട്ടോ. ഞാൻ പറഞ്ഞു ആര് വേണമെങ്കിലും കൊടുക്കുക, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടട്ടെ. 2 നാൾ ഞാൻ അവിടെ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചു. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് എനിക്ക് രാത്രി തിരിച്ചു പോകണം. തൊടുപുഴ എന്ന് പറയുന്ന പാസ്റ്റുണ്ട്, പാലായിലെത്തി. ഞാനൊരു കട്ടൻ ചായ കുടിച്ചപ്പോൾ സൂപ്പർ പാസ്റ്റ് വന്ന് തിരുവനന്തപുരത്തേക്ക് ഏകദേശം 10:45 കഴിഞ്ഞു. 11:15 ആയപ്പോൾ ഏറ്റുമാനൂർ കഴിഞ്ഞു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു സൈഡിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു സാറിനെ വിളിക്കുന്നു. 11:15 കഴിഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സാർ യാത്രയിലാണോ? ഞാൻ പറഞ്ഞു യാത്രയിലാണ്. ഞാൻ ചോദിച്ചു ആരാ സംസാരിക്കുന്നത്? പാലാ കോളേജിലെ പ്രൊഫസറാ. അദ്ദേഹം എന്നോടൊരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. അദ്ദേഹം ഒരു കാര്യം ചോദിച്ചോളൂ, എല്ലാവരും കേട്ടാട്ട്. പാലായിൽ 2 ബൈക്ക് കൂട്ടിയിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒറീസയിൽ ഒരു ട്രെയിൻ മറ്റേ ട്രെയിനിൻ്റെ മേളിൽ കയറുന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ എയർപോർട്ടിൽ വിമാനത്തിൻ്റെ കൂട്ടിയിടി ഒഴിവായി. അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ട്, സാർ പറഞ്ഞതെല്ലാം ക്ലിയർ. 4 സെൻറ്റിമീറ്റർ മുതൽ 750 കിലോമീറ്റർ ആകാശപാറ. എന്തുകൊണ്ട് ഈ പാറ കൂട്ടിമുട്ടുന്നില്ല? ആ സാറിനോട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ആ പാറ താമസമിന് കൂട്ടിമുട്ടു. അതിൻ്റെ നടുവിൽ ഇവിടെ ഒരു സംഭവം നടക്കാനുണ്ട്. എന്താ? ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറുണ്ട്. പത്രോസിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യം, ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. കരമുയർത്തുന്നവർക്ക് പത്രോസെ, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. നീ സ്വർഗത്തിൽ കെട്ടുന്നതൊക്കെ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ ഞാൻ സ്വർഗത്തിൽ കെട്ടും. നീ ഭൂമിയിൽ അടിക്കുന്നതൊക്കെ ഞാൻ സ്വർഗരാജ്യത്തിൽ അടിക്കും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കരങ്ങളിൽ തരുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്രോസിന്റെ പ്രസംഗം കേട്ട് ആരംഭിച്ച ദൈവസഭ മൂലക്കല്ലാകുന്ന ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ദൈവസഭ ഇവിടെ എടുക്കുന്നത് വരെ ഈ പാറ വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കായി അദ്ദേഹം ഒരു കത്തോലിക്ക സഭക്കാരൻ. അത് ഭയങ്കര സന്തോഷമായി. നമ്പർ 1, സൂര്യൻ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങും. അതിനു മുമ്പ് നീതി സൂര്യൻ നമുക്ക് വേണ്ടി ഉദിച്ചുയരും. 2ാമത്തെ സംഭവമായി ദാ വരുന്നു ആകാശപ്പാറ വീഴും. ഒരിക്കൽ കൂടി ആകാശപ്പാറയ്ക്കകത്ത് വായിക്കാം. വെളിപ്പാട് 8, 10, 11 ഒരു വാക്യം കൂടെ കുഞ്ഞ് വായിച്ചാട്ടെ. ആദ്യം തൊട്ട് വായിക്കാം. ആകാശപ്പാറ വായിക്കാം. വെളിപ്പാട് 8, 10, 11 ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 2ാമത്തെ ദൂതനൂതി. അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി. അവിടെ നിൽക്കട്ടെ. ദാണ്ടേ ദാ കണ്ടോണം. ദാ കിടക്കുന്നു വെല്ലൂരിൽ. അച്ഛനെ നല്ലോണം അറിയാം. വെല്ലൂരിൽ ആളെ കൊന്നത് ഉൽക്ക. ദാ കിടക്കുന്ന ആകാശത്തിൽ നിന്ന് ഉൽക്ക വീണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു ഡ്രൈവർ. തീർന്നില്ല. റഷ്യയുടെ മീതെ വിതറിയ ഉൽക്ക. എല്ലാം ക്ലിയർ ആയിരിക്കണം. സയൻസ് കുഞ്ഞുങ്ങളെല്ലാം പഠിക്കണം. റഷ്യക്ക് മീതെ ചിതറിയ ഉൽക്ക. ഹിരോഷിമ ബോംബിന്റെ 30 ഇരട്ടി ശക്തി ആകാശപ്പാറ. ഹിരോഷിമ രാവിലെ ഞാൻ പ്രസംഗിച്ചു. 2 ആറ്റം ബോംബ് 1.5 ലക്ഷം പേരെ കൊന്നെങ്കിൽ ആകാശപ്പാറ വീണാൽ 45 ലക്ഷം പേർ വീഴുന്നൊരു കാലം വരാറായി. ഇനി അടുത്തതാ ആകാശപ്പാറയ്ക്കകത്ത് എന്തോ ഉണ്ട്. പാറയ്ക്കകത്ത് അസ്ട്രോയിഡിനകത്ത് ഒരു സാധനമുണ്ട്. അതിൻ്റെ പേര് ഒരു കെമിക്കൽ കണ്ടന്റ്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ബാക്കിയെല്ലാം സയൻസ് കേൾക്കണം. അസ്ട്രോയിഡിനകത്ത് ഒരു കെമിക്കൽ കണ്ടന്റ് ഉണ്ട്, ഒരു ഫ്ലൂയിഡ്. അത് കടലിൽ വീഴും. എല്ലാവരും കേൾക്കട്ടെ. ആ കടലിൽ വീഴുമ്പോൾ ആ കടൽ വെള്ളത്തിന് ഉപ്പുരസമുണ്ട്, സോഡിയം ക്ലോറൈഡ്. ഇത് രണ്ടുകൂടെ മങ്കിയോ ഇതായി മത്സ്യത്തിൻ്റെ ചെകിളയ്ക്കകത്ത് അടിക്കുന്നത്. മത്സ്യത്തിൻ്റെ ചെകിളയ്ക്ക് അടിച്ചത് ഈ മത്സ്യം കൂട്ടത്തോടെ കടൽക്കരയിൽ ചത്ത് കിടക്കുന്ന കാഴ്ച. എറണാകുളത്ത് മീൻ കൂട്ടത്തോടെ ചത്ത് കിടക്കുന്നു. തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് കത്ത് കിടക്കുന്നു. വിഴിഞ്ഞത്ത് ചത്ത് കിടക്കുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ടില്ലേ, ഒരു പുഴയ്ക്കകത്ത് അനവധി മീൻ ചത്ത് കിടക്കുന്ന കാഴ്ച. കർത്താവിൻ്റെ വരവിൽ എറണാകുളത്ത് കണ്ടില്ലേ, ഒരു വിഷമാലിന്യം തുറന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മീനാ തട്ടിപ്പോയത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആകാശപാറത്തകത്തിരിക്കുന്ന ഫ്ലൂറൈഡ് വീണാൽ സംഭവിക്കുന്നത് എന്താ? വരാൻ പോകുന്നു വാട്ടർ ഇൻഫെക്ഷൻ. ഏകദേശം 200 കോടി പേർ മരിക്കാൻ പോകുന്നു. വായിക്കാം അടുത്ത വാക്ക് കൂടെ വായിച്ചിട്ട് മോളെ. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി. കപ്പലുകളിലും. അല്ല, അതിന് മുമ്പിട്ടൊരു വാക്യമുണ്ടല്ലോ, ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വെളിപ്പാട് 8:10 മുതൽ ഒന്നുകൂടെ വായിച്ചാട്ടെ. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. അതെവിടാ? വെളിപ്പാട് 8:10 ഒന്നുകൂടെ വായിച്ചാട്ട് മോളെ. വെളിപ്പാട് 8:10. 3ാമത്തെ ദൂതനൂതി. അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു. നദികളിൽ 1/3 നീരുറവുകളിന്മേലും ആയിരുന്നു വീണത്. ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേർ. ദാ കിടക്കുന്ന അമ്മമ്മേ, കോവിഡല്ല വലുത്. കളറെ ക്ലിയർ ആയിട്ട് മോള് വാക്യം മാറ്റല്ലേ. ദാ കിടക്കുന്ന ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന് പേർ. വരാൻ പോകുന്നു വാട്ടർ ഇൻഫെക്ഷൻ. വായിച്ചാട്ട്. വെള്ളം കയ്പായതിനാൽ. വായിരുമോളെ. വെള്ളത്തിൽ 1/3 കാഞ്ഞിരം പോലെയായി. വെള്ളം കയ്പായതിനാൽ മനുഷ്യരിൽ പലരും മരിച്ചു. 200 കോടി പേരാ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. അതുകൊണ്ട് അന്തിമ ദിനം വരാൻ പോകുന്നത്. ഇവിടെ LMS LP സ്കൂൾ അല്ലെങ്കിൽ മൂലമ
മൂലമറ്റ സ്കൂള്, കുഞ്ഞുങ്ങൾ കൈ കഴുകുന്നിടത്ത് ടീച്ചർ വടിയാട്ടിക്ക് അമ്മണി ടീച്ചർ. എന്തിനാ? പിള്ളേരെ അടിക്കാനല്ല, വാട്ടർ അടയ്ക്കാനായിട്ട്. അവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. കല്യാണത്തിൻ്റെ സദസ്സിൽ എല്ലായിടത്തും പൈപ്പിൻ്റെ മേളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. യേശു വരാൻ കാലമായെന്നല്ല, വെള്ളം അമൂല്യമാണ്, സൂക്ഷിക്കുക. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ പാലക്കാട് അമീബ മസ്തിഷ്ക ജ്വരം, അതിനകത്ത് കുളത്തിലിറങ്ങിയ 3 കുഞ്ഞുങ്ങളാ മരിച്ചത്. നെയ്യാറ്റിൻകര വാട്ടർ ഇൻഫെക്ഷൻ. അന്ത്യകാലമോ, വെള്ളം മനുഷ്യനെ കൊല്ലുന്നൊരു കാലം, അന്ത്യദിനം. നിങ്ങൾക്കറിയാമോ? ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം രാവിലെ ഞാൻ ഫിസിക്സിൻ്റെ നോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ, കഴിഞ്ഞ വർഷം കോഴഞ്ചേരിയിൽ നിന്ന് എറണാകുളത്ത് താമസമാക്കിയ ഒരു അമ്മമ്മ എന്നെ വിളിക്കുന്നു. ആ അമ്മമ്മ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറിൻ്റെ പ്രസംഗം 6 വർഷം മുമ്പ് ഞാൻ കേട്ടിരുന്നെങ്കിൽ ഈ ഗതികേട് എനിക്ക് വരത്തില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ പറ്റിപ്പോയത്? എൻ്റെ ഒരു കൂട്ടുകാരി കൊച്ചി കാക്കനാട് പോയി. അവൾ എന്നോട് പറഞ്ഞു, വീടും വസ്തുവൊക്കെ വിട്ട് ഇഞ്ഞ് പോരാൻ, ഫ്ലാറ്റിൽ കയറാമെന്ന്. നല്ല കാര്യം. കോഴഞ്ചേരിയിൽ 55 ലക്ഷം രൂപയുടെ നല്ല വീട് വസ്തുവെല്ലാം വിറ്റ് അമ്മാമ കാക്കനാട്ട് പോയി ഫ്ലാറ്റിൽ കയറി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയത്. ഒരു ദിവസം വെള്ളത്തിന് 2000 രൂപ. ഞാൻ അമ്മാമയോട് പറഞ്ഞു, എൻ്റെ അമ്മാമയെ കോഴഞ്ചേരി നല്ല ചീര ഉണ്ടായിരുന്നു, കപ്പയും ഉണ്ടായിരുന്നു, ചീനിയും ഉണ്ടായിരുന്നു, കിണറും ഉണ്ടായിരുന്നു. ഇത് വിട്ടിട്ട് എന്തിനാ ഫ്ലാറ്റിൽ കയറാൻ പോയത്? മനസ്സിലാകുന്നവർക്കായി. മൂലമറ്റത്ത് ചില അമ്മമാർ ഫ്ലാറ്റിൽ കയറാൻ തയ്യാറായിട്ടിരിക്കുക. എൻ്റെ പൊന്നമ്മാമയെ വരരുതേ, പരിപാടിയായിപ്പോൾ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. തിരുവനന്തപുരത്തോട്ട് വരണ്ട. അവിടെ അരുവിക്കര പമ്പിങ് തീർന്ന LMS പോലും വെള്ളമില്ല. മനസ്സിലാകുന്നവർക്കായി. കൊച്ചിയിൽ അതിലും കാക്കനാട്. ഇത് ഏറ്റവും നല്ല സ്ഥലം. കണ്ണിക്കൽ. നമുക്ക് വെള്ളവും കിട്ടും, മരച്ചീനിയും കിട്ടും, കപ്പയും കിട്ടും. സന്തോഷമില്ലല്ലോ. സ്വോത്രം. 55 ലക്ഷം രൂപയ്ക്ക് വീടും കാറും വിറ്റ് ഫ്ലാറ്റ് ആവാൻ വരുത്, ഫ്ലാറ്റായി പോകും. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം എന്താ അതിൻ്റെ പ്രത്യേകത? അതാ മീൻ കൂട്ടത്തോടെ ചത്ത് കിടക്കുന്ന ഒരു കാഴ്ച. ഏറ്റവും നിർണായകമായി വരാൻ പോകുന്ന വാട്ടർ ഇൻഫെക്ഷൻ. അതിൻ്റെ പ്രത്യേകത, അന്ത്യദിനങ്ങളിൽ വെള്ളം കുടിച്ചു മനുഷ്യൻ മരിക്കും. ആ വെള്ളം നമ്മുടെ കിണറുകളിൽ വരും, നമ്മുടെ പുഴകളിൽ വരും. വാട്ടർ ഇൻഫെക്ഷൻ അന്ത്യകാലത്ത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടി ഇടുക്കിയോട് പറയാ. അത് പറഞ്ഞിട്ട് ഒരു ദൂതിലേക്ക് കടക്കുക. എന്താ? ഇന്ന് 2 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടുക്കി കാണാൻ പോകുന്നത് വെള്ളത്തിൻ്റെ വിഷയം രൂക്ഷമായാൽ സെൻസർ ടാപ്പ്. കൈ വെക്കുമ്പോൾ വെള്ളം കിട്ടും, തന്നെ അടയും. സന്തോഷമില്ലല്ലോ. കൈ കാണിക്കുമ്പോൾ വാട്ടർ ടാപ്പ് കണക്റ്റഡ് വിത്ത് ഹാൻഡിൻ്റെ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യും. അന്നേരം ഇടുക്കിയിലെ കുഞ്ഞച്ചായം പറയാ, വിഷമിക്കേണ്ട കാര്യമില്ല, ഒന്നുകൂടെ ഞാൻ കൈ കാണിക്കുമെന്ന്. അത് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാകുന്നവർക്കായി. റേഷൻ കടയിൽ പോയി ഈ പോസിനകത്ത് റേഷൻ മേടിച്ചിട്ട് വീണ്ടും മൂലമറ്റത്തുനിന്ന് കാഞ്ഞാറി ചെന്നാൽ അവിടുത്തെ പെങ്കൊച്ചു പറയാം, അച്ഛാ വീട്ടിൽ പൊക്കോളാം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അങ്ങനെയെങ്കിൽ ഒരു പ്രാവശ്യം കൈ കാണിച്ചാൽ 4 മണിക്കൂർ കഴിഞ്ഞ് വെള്ളം കിട്ടത്തോളൂ. ഇനി ഞാനിവിടെ കണ്ണിക്കലും കൂവപ്പള്ളിയിലും മൂലമറ്റത്തും വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇടുക്കി കാണാൻ പോകുന്ന വാട്ടർ റെസിസ്റ്റൻസ് ടാപ്പ് കൈ കാണിക്കുമ്പോൾ വെള്ളം വരും, തന്നെ കട്ടാവും വെള്ളം. അന്ത്യകാലത്തിലേക്ക് വരാൻ പോകുന്നു. അതിൻ്റെ പേരാ. അങ്ങനെ ഒരു വാട്ടർ ഇൻഫെക്ഷൻ ഇവിടെ വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ആകാശത്ത് നിന്ന് ഫ്ലൂറൈഡ് കലർന്ന വെള്ളം നിങ്ങൾ കുടിക്കുമോ? അത് കുടിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യേശു ഒരിക്കൽ സുഗോറിൻ്റെ പട്ടണത്തിൽ പോയി ഒരമ്മമ്മയെ കണ്ട്. ശമരിയാക്കാരി അമ്മാമ സാധാരണ അമ്മാമയല്ല, പാരമ്പര്യത്തിൻ്റെ മകുടത്തിൽ നിൽക്കുന്നതാ. പള്ളി വന്നാലും പറയും, എൻ്റെ അപ്പനാ പള്ളിക്ക് കടിക്കോല് വെച്ചെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അപ്പച്ചൻ മരിച്ച എത്രയോ കൊല്ലമായി. ഇന്ന് പല CSIക്കാരും പറയുന്നത് എൻ്റെ പപ്പായ കടിക്കോല് വെച്ചത്. നല്ല കാര്യം മക്കളെ, അത് കമ്മിറ്റിയിലൊന്നും പറയരുത്. അപ്പൻ കടിക്കോല് വെച്ചോണ്ടാ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത്. സന്തോഷം. സ്വോത്രം. സുഗോറിൻ്റെ പട്ടണത്തിനകത്ത് അമ്മാമ അവിടെ നിൽക്കുക. യേശു അങ്ങോട്ട് ചെന്നു. സഹോദരിയുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് കുടിക്കാൻ വെച്ചിട്ട് വെള്ളം തരണമെന്ന്. സഹോദരി പറഞ്ഞ കാര്യമുണ്ട്, നീ ഒരു യഹൂദൻ, ഞാനൊരു ശമരിയാക്കാരി. അപ്പം യേശുവിന് പിടികിട്ടിയവള് വഴി വരത്തില്ല. പാരാസെറ്റമോൾ കൊടുത്തു, രക്ഷയില്ല. രണ്ടാമത് ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തു, രക്ഷയില്ല. യേശുവിന് പിടികിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. 3ാമത് CT സ്കാൻ എടുത്തു, രക്ഷയില്ല. അവസാനം ക്യാൻസറിന് റേഡിയേഷൻ അടിക്കുന്നുള്ളൂ, റേഡിയേഷൻ കൊടുത്തു. ഇവക്കുള്ള തൊട്ടിയും പോയി, കിണറും പോയി. അതിനുശേഷം പാരകണ്ട ചെരുപ്പും പോയി. മനസ്സിലാകുന്നവർക്ക് അവൾ അവിടെ പറഞ്ഞു, സാക്ഷാൽ മശിഹായെ കണ്ടു. എൻ്റെ നാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞ്, ഈ കിണറ്റിൽ നിന്ന് നീ കുടിക്കുന്ന വെള്ളം കുടിച്ചാൽ പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ തരുന്ന നിത്യജീവന്റെ ജലം കുടിച്ചാൽ, കരമുയർത്തുന്നവർക്ക് നിനക്കൊരു നാളും ദാഹിക്കയില്ല. നമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നു. ആ അമ്മാമയെ ആദ്യമായിട്ട് പ്രസയോഗത്തിൽ വന്ന് പറഞ്ഞു, ഞാൻ മശിഹായെ കണ്ടു. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ ഒരു വാട്ടർ ഇൻഫെക്ഷൻ 200 കോടി പേർ മരിക്കുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്ത തൻ്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. 3 ബേസിക് സയൻസ്. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലുവാൻ ഇറങ്ങുക. അതിനു മുമ്പ് നീതി സൂര്യൻ നമുക്ക് വേണ്ടി വെളിപ്പെടുക. 2, ഇവിടുത്തെ ആകാശ പാറ വീഴാൻ കാലമായി. ആ പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പടിഞ്ഞ ദൈവസഭ എടുക്കപ്പെടാൻ കാലമായി. ഇവിടെ കാഞ്ഞിരം പോലെയുള്ള നക്ഷത്രം വീഴാറായി. 200 കോടി പേർ വാട്ടർ ഇൻഫെക്ഷൻ
കിണറ്റിനകത്ത് മരിക്കാൻ കാലമായി. എന്നാൽ ആ വെള്ളം വരുന്നതിന് മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ പാനം ചെയ്ത തന്റെ മക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. നാളെ ഇവിടെ വരാൻ പോകുന്നു ജലദുരന്തം. ഞാനല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ വരെ പറഞ്ഞു, വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുക, ജലദുരന്തം വരാറായി. ആ വായിക്കാം വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ദൂതൻ ഊതി, അപ്പോൾ തീ കത്തുന്ന പോലെ വന്മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കിണറ്റിൽ വീട് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി ദാ കിടക്കുന്ന കർത്താവിന്റെ വരവിൽ. ഇനി ഇടുക്കിക്കാർ കേൾക്കണം, ചെറുതോണി കുഞ്ഞമ്മാമയുടെ കിണർ ഇടിഞ്ഞു താഴുന്നു. സന്തോഷമില്ലല്ലോ പത്രവാർത്ത. സ്വോത്രം. കട്ടമ്പന ശോശാമ്മച്ചയുടെ കിണർ ഇടിഞ്ഞു താഴുന്നു. ചില അമ്മമാർ ടി വിക്കാരെ വിളിക്കും ഒരു വെള്ളം മഞ്ഞ വെള്ളം. അതിൻ്റെ ഇടയ്ക്ക് ചില അമ്മച്ചിമാർ പറയാറുണ്ട്, ഞാൻ പള്ളിയിൽ പോയപ്പോൾ അപ്പുറത്തെ ജ്യോതിമോൾ കൊണ്ടുവന്ന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കിയതാണ്. ഇനി മേളി അങ്ങനെ പറയില്ല, ജ്യോതിമോൾക്ക് മൊബൈൽ നോക്കാൻ സമയമില്ല, പിന്നെ അമ്മച്ചിയുടെ കിണറ്റിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലക്കുന്നത്. അതല്ല കലക്കുന്നത്, ആകാശത്തിൽ നിന്ന പാറയോ നിങ്ങളുടെ കിണറ്റിനകത്ത് ഇറങ്ങുമ്പോഴോ കിണറിടിഞ്ഞ് താഴുന്നു തൊടി. അന്നേരം ഒരു വെള്ളവും മഞ്ഞവെള്ളവും വരുന്നത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഈ പാറ എല്ലാ സ്ഥലത്തും വീഴുന്നൊരു കാലമായി വരാൻ പോകുന്നു ജലദുരന്തം. ദാണ്ടേ എല്ലാവരും കണ്ടാട്ടെ മോനെ ഓൺലൈൻ കൊടുത്താട്ടെ. ഇവിടെ വരാൻ പോകുന്ന ജലദുരന്തം. ശ്രീലങ്കയിൽ പാറ വീണു, അവിടെ രക്തവെള്ളമായി. ദാണ്ടേ സോമാലിയ, ദാ കിടക്കുന്ന സോമാലിയയുടെ പ്രത്യേകത എന്താ? 7 ദിവസത്തിൽ ഒരു ദിവസം കുളിക്കുന്നത്, 14 ദിവസം കൂടുമ്പോഴാണ് വെള്ളം വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, മോഡി സാർ 100ാമത്തെ മൻ കി ബാത്ത് നടന്നപ്പോൾ പറഞ്ഞു, വായോ ബഗനോ യേ സുന്ന മങ്ദ. എന്താ സുന്ന മങ്ദ? ജോ ഇന്ത്യ കാ ബാഗർ കോ കിനാർ മേ അപ്പന പാനി കൂൻ ഹോനെ കാ സക്താ ഹൈ ദിൻ ആനെ വാലാ ഹൈ. നാം കുടിക്കുന്ന വെള്ളം രക്തമാകാൻ സാധ്യത. ദാ കിടക്കുന്നു. ശ്രീലങ്കയിൽ ജലദുരന്തമുണ്ടായി, ആകാശത്ത് നിന്ന് പാറ. സോമാലിയയിൽ ജലദുരന്തമുണ്ടായി, സാമ്പിൾ വെടിക്കെട്ട്. ട്രെയിൻ വന്ദേ ഭാരത് ചെങ്ങന്നൂരിൽ നിന്ന് വിടുന്നതിന് വിട്ട് എറണാകുളം പറയൂ, അല്ലെ കോട്ടയം പറയൂ, തോടീസി ദേർ വന്ദേ ഭാരത് വരുന്നത് പോലെ കർത്താവിന്റെ വരവടുത്തു പോയി. 4ാമത്തെ സയൻസ്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇതുപോലുള്ള പാറ കിണറ്റിനകത്ത് വീണാൽ, നിങ്ങളുടെ പുഴയ്ക്കകത്ത് വീണാൽ രക്തവെള്ളം വരാറാ. രാവിലെ ഒരു ഭാഗം ആകാശത്തിൽ നിന്നും വരും. ഞാനതാ റേഡ് ഓൺ ട്രെയിൻ പറഞ്ഞത്. എന്നാൽ പിന്നത്തതിൽ ആകാശ പാറ വീണാൽ കിണറ്റിനകത്ത് സമുദ്രത്തകത്ത് രക്തവെള്ളം. കണ്ണിക്കൽ CSIലെ ദൈവമക്കളെ, ആ രക്തവെള്ളം നാം കുടിക്കുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. കണ്ണിക്കൽ സെന്റ് തോമസ് CSI ചർച്ച്. കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ബൈബിളും പ്രവചനവും സയൻസും അക്കമിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാന്തൻ വരാറായി. 4ാമത്തത് 4 കാര്യങ്ങൾ നമ്മ ഭൂമിയെ പറ്റി പറഞ്ഞു. സൂര്യന്റെ ആകാശത്തിൽ നിൽക്കുന്ന ഒരു ഘടകമാ ഭൂമി. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ 1ാമത്തെ തട്ട് ക്രിസ്റ്റ് 80 കിലോമീറ്റർ, 2ാമത്തെ തട്ട 2000 കിലോമീറ്റർ മാൻഡിഡിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് ഉണ്ട്, ടെക്ടോണിക് പ്ലേറ്റ്. അതിൻ്റെ താഴെ വേറൊരെണ്ണം ഉണ്ട്, അതിൻ്റെ പേര് അഗാധ കൂപം. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടുവന്ന പോലെ തിളച്ചു. അപ്പം പലരും പറയുന്നു ഭൂമി അങ്ങനെ ഉഴവായെന്ന്. അതല്ല, ബൈബിളിനകത്ത് പ്രത്യേകമായി ഇയ്യോബിനോട് സ്വർഗം ചോദിക്കുന്നു, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? കരമുയരുന്നില്ലല്ലോ. പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകയിരത്തിൻ്റെ രാശി ചക്രങ്ങളെ നിനക്ക് ബന്ധിക്കുവാൻ കഴിയുമോ? കാർത്തികയുടെ ചങ്ങലകളെ നിനക്ക് തകർക്കാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഭൂമിക്ക് അടിസ്ഥാനമിട്ടത് ആരാ? സങ്കീർത്തനം 104. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? ഭൂമി ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനങ്ങൾ ദൈവം നിർമ്മിച്ചു. ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി തിരുവല്ലാക്കാരൻ ഗോപിനാഥൻ ആശാരി അല്ല, സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്ക് അത് ഒരു നാളും ഇളകിപ്പോകാതെ വണ്ണം അതിനെ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സൂര്യൻ്റെ ആകർഷത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹമാണ് നാം പാർക്കുന്ന ഭൂമി. 51.75 ചതുരശ്ര കിലോമീറ്റർ, 1650 കിലോമീറ്റർ പമ്പരം കറങ്ങുന്നു. 2 ഭാഗം വെള്ളം, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ. അതിനുശേഷമാ ഈ വെള്ളത്തിൻ്റെ ഭാഗങ്ങൾ. സ്വോത്രം. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു പറയുന്നു. അപ്പോൾ ഭൂമിയുടെ കമ്പനാവസ്ഥയ്ക്ക് പിടി നിർത്താൻ വേണ്ടി ദൈവം കൊടുത്ത പ്ലേറ്റിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. അതിന് വിളിക്കുന്ന മുഴുവനായ സയൻസ് പറയുന്നത് ലിതോസ്ഫിയർ. ഇന്ന് എങ്ങനെ ഭൂകമ്പം ഉണ്ടാകും? എല്ലാവരും ശ്രദ്ധിച്ചാട്ട്. സൂര്യൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന ഘടകമാ ഭൂമി. സൂര്യൻ്റെ
ഈ പ്രകാശം 7 തട്ടുകൾ കൂടി ഇറങ്ങി വരും. ആ കമ്പനത്തെയായി ടെക്ട്രോണിക് പ്ലേറ്റ് പിടിച്ചിരിക്കുന്നത്. ആ ടെക്ട്രോണിക് പ്ലേറ്റിനകത്ത് ഇന്ന് എല്ലാവരും കേൾക്കണം, സൂര്യനകത്ത് ഹൈഡ്രജൻ കത്തിക്കുറയുന്നു. ഇന്ന് കത്തുമ്പോൾ ഒരു പുക സൂര്യനകത്ത് വന്ന് അതിൻ്റെ പേരാ ഹീലിയം, ബ്ലാക്ക് മോൾസ്. ആ ബ്ലാക്ക് മോൾസിനകത്ത് ഈ സൂര്യൻ്റെ കാന്തികതലം വർക്ക് ചെയ്യത്തില്ല. അന്നേരം ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പ്. ഭൂമി പടുപടപെട്ടും കിടുകിടക്കീറും മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാടം പോലെ ആടും. അത് വിറയ്ക്കും, വീടും, എഴുന്നേൽക്കയില്ല. പ്ലേറ്റുകൾ, ഒന്നാമത്തെ പ്ലേറ്റിന്റെ പേര് ടെക്ട്രോണിക് പ്ലേറ്റ്, ഏഷ്യൻ പ്ലേറ്റ്. അതിൽ കൂടെ രാഹുൽ ഗാന്ധി, ഭാരത് ജോഡോ, കന്യാകുമാരി തുടങ്ങി കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഗൾഫ് രാജ്യം, അവിടെ വരെ കിടക്കുന്ന തുർക്കി വരെ കിടക്കുന്ന പേരാ ഏഷ്യൻ പ്ലേറ്റ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ രണ്ടാമത്തെ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റ്. ന്യൂഡൽഹി, ബർമ, റംഗൂൺ, തായ്ലാൻഡ്, ബ്രിട്ടൻ വരെ കിടക്കുന്നു. അതിന്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. അതുകൊണ്ട് ചൈന കുലുങ്ങുമ്പോൾ ഇന്ത്യയിലും കുലുക്കാം, ടെക്നോ പാർക്ക് കുലുങ്ങുമ്പോൾ ഇടുക്കിയും കുലുങ്ങും. ഒരു അന്ത്യകാല സംഭവമായി ഇന്ന് പകൽ വചനം കേൾക്കുന്ന ദൈവമക്കളോട്. അങ്ങനെയെങ്കിൽ ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. ഒറ്റ ഉപദേശിമാരും അച്ഛന്മാരും പ്രസംഗത്തില്ല. ഭൂമിയുടെ അധോഭാഗത്ത് തീയുണ്ടോ? വളരെ ക്ലിയർ ആക്കി തരാം. ഭൂമിയുടെ അധോഭാഗത്ത് തീ കൊണ്ടെന്ന പോലെ. ലൂക്കോസ് 16 വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. 2 പേരുണ്ടായിരുന്നു, ഒരു ധനവാനും ഒരു ലാസറും. സന്തോഷമില്ലല്ലോ? സ്വത്രം ആരെങ്കിലും പ്രസംഗിക്കുമോ? ധനവാൻ എന്താ പള്ളി വരത്തില്ല, കൺവെൻഷന് വരത്തില്ല, അവൻ വീഗാലാൻഡിലും ലൂലൂലും കറങ്ങാൻ പോവുക. സ്വത്രം. ധനവാന്റെ വീട്ടുപാതയ്ക്ക് ഒരു ലാസർ ഉണ്ടായിരുന്നു. പക്ഷേ ധനവാൻ മാന്യതയുള്ള ലാസറായിരുന്നു. ആ ധനവാൻ മാന്യനായിരുന്നു. ഇടയ്ക്ക് ലാസറിന് ഒരു കട്ടൻ ചായയും പരിപ്പോടെയും കൊടുക്കുമായിരുന്നു. സ്വത്രം. അച്ഛൻ ധൈര്യമായിട്ട് മുൻപോട്ട് വന്നാട്ടെ, ബഹുമാനപ്പെട്ട അച്ഛൻ വന്നാട്ടെ, പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് പോരും. സ്വത്രം. അങ്ങനെയെങ്കിൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്വത്രം. അങ്ങനെയെങ്കിൽ ധനവാൻ 2 പേരും കേട്ടോണം, ഇത് കേട്ടണം, ഇതാണ് സുവിശേഷ പ്രസംഗം. ധനവാനും ലാസറിനിടയ്ക്ക് കട്ടൻ കാപ്പി കൊടുക്കുമായിരുന്നു. ധനവാനും ലാസറും. ധനവാനും കോവിഡ് വന്നു, ലാസറിനും കോവിഡ് വന്നു. എല്ലാവരും കേട്ടാട്ടെ. ധനവാനെ എന്തായാലും കോട്ടയത്ത് കാരിതാസിൽ കൊണ്ടുപോയി. അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ശവപ്പെട്ടി ഉറപ്പാന്ന്. കുഞ്ഞുങ്ങളെല്ലാം കൂടെ പറഞ്ഞ് പപ്പായ കാരിതാസിലാക്കണം. എന്തായാലും ആശുപത്രി ചെന്ന് അവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും നല്ല പ്രോട്ടീൻ ട്രിപ്പൊക്കെ കൊടുത്തു. ഒരു 5 ലക്ഷം രൂപ ചിലവാക്കി. ധനവാന് കോവിഡ് ഔട്ടായി. പാവപ്പെട്ട ലാസർ കോട്ടയത്ത് MCH ചെന്നു. എന്തായാലും അവിടെ കിടന്ന് അവൻ അങ്ങ് മരിച്ചു. ആംബുലൻസിനകത്ത് ആരോ കൊണ്ടുവന്ന് എവിടെയോ അടക്കി. കല്ലറയില്ല, സെമിത്തേരിയില്ല. പക്ഷേ ബൈബിളിൽ ഒരു കാര്യമുണ്ട്, അവൻ്റെ ആത്മാവിനെ ആര് കൊണ്ടുപോയി? അബ്രഹാം പിതാവിൻ്റെ പടിയിലേക്ക് കൊണ്ടുപോയി. ബാക്കി കൂടെ കേട്ടാട്ടെ എല്ലാവരും. മരണാനന്തര ജീവിതം ഇന്ന് പകൽ കേൾക്കണം. ധനവാൻ മരിച്ചു. ധനവാൻ്റെ എന്താ കോവിഡൊക്കെ ക്ലിയറായി. കുഞ്ഞുങ്ങളുമായിട്ട് IMOയിലും വാട്സപ്പിലും ഒക്കെ വെളിനാട്ടിൽ ഫോൺ ചെയ്തു. ഉടനെ കാരിത്താസിലെ ഡോക്ടർ പറഞ്ഞു ആഫ്റ്റർ 2 days കഴിഞ്ഞാൽ പോകാം, നമുക്ക് വീട്ടിൽ പോകാം. അങ്ങനെ ഇരുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ധനവാന് ദാ കിടക്കുന്നു. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി. അച്ചായൻ മരിച്ചുപോയി. കുഞ്ഞുങ്ങൾ വീട്ടിലോട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ വരുന്നുണ്ട്, അച്ചായനെ ഫ്രീസറി വെച്ചേക്കാൻ. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ സംഭവിച്ചെന്ന് അറിയാമോ? ധനവാനും മരിച്ചു. അവൻ്റെ അടക്കം വലുതായിരുന്നു. ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ, തിരുമേനിമാർ, അച്ഛന്മാർ, സൂപ്രണ്ടുമാരെല്ലാം വന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ധനവാൻ നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, പള്ളിക്ക് മണി കൊടുത്തു, കൊട കൊടുത്തു, പെരുന്നാളാഘോഷങ്ങളെല്ലാം നടത്തി. പക്ഷെ അവൻ രക്ഷിക്കപ്പെട്ടവനല്ലായിരുന്നു. സ്വത്രം. നിന്റെ ഒടുക്കം നല്ലതാണോ എന്ന് നോക്കിയാൽ മതി. സ്വത്രം. അപ്പോൾ ഈ ധനവാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി മദ്യപിക്കുന്നവനുമായിരുന്നു. സ്വത്രം. ധനവാൻ്റെ മോൻ്റെ പേരുണ്ടായിരുന്നു ജോസഫ്. ജോസഫിൻ്റെ ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നു ജിത്തുമോൻ. നോക്കിയപ്പം അപ്പച്ചൻ ലാസ്റ്റ് ഈ മോർച്ചറിയിൽ നിന്ന് ബോഡിയൊക്കെ എടുത്ത് ഇങ്ങനെ പെട്ടിയിലോട്ട് മാറ്റിയപ്പോൾ അവൻ ഓർത്തു അപ്പച്ചൻ എവിടെയെങ്കിലും ചെന്നൊരു മിസ് കോൾ അടിക്കും. മനസ്സിലാകുന്നവർക്കായി പഴയ നോക്കിയയുടെ മൊബൈൽ അവൻ ചാർജ് ചെയ്ത് അപ്പച്ചൻ്റെ തലയുടെ കീഴിൽ വെച്ചു. സ്വത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നേരെ ധനവാൻ്റെ അടക്കം ഭയങ്കരമായിരുന്നു. പക്ഷെ അവൻ പോയത് സ്വർഗത്തിലേക്കല്ല, അവൻ പോയത് യാതനാ സ്ഥലത്ത്. അവിടെ ചെന്നപ്പം നമ്മുടെ കൂവപ്പള്ളിയിൽ മൂലമറ്റത്തെ സകല കള്ളുകൂടിയന്മാരും അവിടെ നിൽക്കുക. സ്വത്രം. ധനവാനോട് പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ അച്ചായ ആ പ്രസംഗം കേട്ട് കൈ ഉയർത്തിയെങ്കിൽ ഇവിടെ വരത്തില്ലായിരുന്നല്ലോ. സ്വത്രം. അടുത്ത പ്രത്യേകത എന്തുവാ? അവിടുത്തെ പ്രത്യേകത കെടാത്ത തീ, ചാകാത്ത പുഴു. സന്തോഷമില്ലല്ലോ? ഒരൊറ്റ അച്ഛന്മാരോ ഒറ്റ പാസ്റ്റർമാരോ ഒറ്റ തിരുമേനിമാരോ പറയുന്നിട്ടുണ്ട് നരകത്തിൻ്റെ അറ. അതുകൊണ്ടല്ലേ സഖാവ് VS മാണി സാറുമായിട്ടൊരു തർക്കം. ബാർക്കോട് വന്നപ്പോൾ പറഞ്ഞില്ലേ, സാർ ഒരുവൻ സർവ്വ ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീ, ചാകാത്ത പുഴു. സന്തോഷമില്ലല്ലോ? സ്വത്രം. കാര്യം കാണാൻ കർത്താവ് ആരെ എടുക്കും? സ്വത്രം. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കർത്താവ് ആരെ കഴുതയെ കൊണ്ട് സംസാരിച്ചവനാ സ്വർഗത്തിലെ ദൈവം. സ്വത്രം.
അപ്പം നിങ്ങൾ വിചാരിക്കുന്ന കണ്ണമൂല സെമിനാരിൽ പോയി എൻ്റെ കൂട്ടുകാരൻ ഡേവിഡ് ജോയി അച്ഛൻ്റെ നോട്ട് എടുത്തതെന്ന് അതൊന്നുമല്ല. സ്വോത്രം. സഖാവ് വി എസിൻ്റെ വലങ്കൈ ഒരു ബ്രദറുകാരനായിരുന്നു. അദ്ദേഹം ജോസഫ് സി മാത്യു സാർ അദ്ദേഹം എഴുതി കൊടുത്തതാ. സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കേടാത്ത തീ ചാകാത്ത പുഴു. വയസ്സെത്രയായ അമ്മ 101. സന്തോഷമില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച മോൻ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന ചക്കച്ചോള തിന്നുന്നു 101കാരൻ. സ്വോത്രം. ഇവിടെ 40കാരൻ ഷുഗറായിട്ട് നടക്കുമ്പോൾ ഒരപ്പച്ചൻ തിന്നുന്നു ചക്കച്ചോള. പിണറായി വിജയൻ സഖാവ് ആദ്യം മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ അപ്പച്ചൻ കസേരയിരുന്ന ആരാൻ്റെ അടുത്ത് പറഞ്ഞു, എവൻ്റെ എല്ലാം പരിപ്പ് വട തിന്നിട്ടേ ഞാൻ പോകുന്നു. സ്വോത്രം. കണ്ടില്ലേ? 101 മോനിട്ടേക്കുന്ന വരിക്കച്ചക്ക തിന്നുന്നു. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. ദൈവം വെച്ച ആയുസ് 70, ഏറെ ആയാലും 80, ബാക്കി ബോണസാ. ജോസഫച്ചനെ കിട്ടിയിരിക്കുന്ന ബോണസാ. സ്വോത്രം. അതിൻ്റെ അപ്പം 100 കഴിഞ്ഞിട്ട് അപ്പച്ചൻ കണ്ടോ കർത്താവ് കാര്യം കാണാൻ ഏത് വഴി സ്വീകരിക്കും. ധനവാൻ അവിടെ ചെന്നപ്പോൾ എന്താ ഗൾഫിന്ന് പിള്ളേർ കൊണ്ടുവന്ന നല്ല ഇടുക്കി കമ്പിളി പുതച്ചവനാ. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ കമ്പിളി അല്ല കിർമി പുതയ്ക്കാൻ നിൽക്കുന്നു. സ്വോത്രം. ഇതുവരെ നമ്മുടെ ലോകത്തെ മേലുകാവി ഹല്ലേലൂയ പറയാത്ത അച്ചായ ഒരു ഹല്ലേലൂയ പറഞ്ഞപ്പോൾ 50 കിർമി വായിപ്പോയി. മനസ്സിലാകുന്നവർക്കായി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുന്ന സകല അച്ചായന്മാർ ചെല്ലുന്നത് പാതാളത്തിനകത്ത്, നിന്നെ എതിരേൽക്കാൻ പാതാളത്തിനകത്ത്. എന്തായാലും അച്ചായ അവിടെ ചെന്നപ്പം പ്രളയമായി. എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വോത്രം. പിന്നെ കറണ്ടും അങ്ങ് പോയി. 40-ാം ദിവസമായപ്പോൾ അച്ചായന് കറണ്ടെല്ലാം വന്നു. അന്നേരം വിചാരിച്ചു വീട്ടിലേക്കൊന്ന് ഡയൽ ചെയ്യാം. സ്വോത്രം. വീട്ടിലേക്ക് ആ മോൻ കൊടുത്തു വിട്ട ജിത്ത് മോൻ അച്ഛ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കാൻ പോകുമ്പോൾ കുഞ്ഞിന് ഗാലക്സിയുടെ ചോക്ലേറ്റ് കൊടുക്കുമായിരുന്നു. സ്വോത്രം. ആ ചോക്ലേറ്റൊക്കെ കൊട്ടുന്ന സ്നേഹം കൊണ്ടാണ് കുഞ്ഞ് മൊബൈൽ വെച്ചത്. വീട്ടിലേക്കൊന്ന് ഡയൽ ചെയ്തേ മൈ ഹൗസ്. അന്നേരം നല്ലൊരു പാട്ട് വീട്ടിൽ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. വീഗാലാൻഡിലും വണ്ടർലായിലും കറങ്ങാൻ പോകുന്ന വീട്ടിൽ അച്ചായന് സംശയം തോന്നി, ഇതെൻ്റെ വീടാണോ? ഒന്നുകൂടെ കട്ട് ചെയ്ത് വിളിച്ചു, ജോസഫൂട്ടി ഏത് ഉപദേശിയാണ് അവിടെ വന്നത്? സ്വോത്രം. ഇത്രയും നല്ല പാട്ട്. അപ്പം പറഞ്ഞു, അച്ചായ ഉപദേശിയല്ല വന്നത്, പപ്പായുടെ പാട്ട് കുർബാനയാണ് 40-ാമത്തെ ദിവസം. എല്ലാവരും കേട്ടാട്ടെ. സ്വോത്രം. ഈ അച്ചായൻ പലയിടത്തും കാട്ടു കുർബാനയ്ക്ക് പോയിട്ടുണ്ട്. മോനെ ചോദിച്ചു, ഇന്നത്തെ സ്പെഷ്യൽ എന്താ? പാലപ്പോ സെവനപ്പോ. സന്തോഷമുള്ളവർക്കായി. സ്വോത്രം. ചൂട് കൂടിയത് കൊണ്ട് അച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ചായൻ്റെ വീട്ടുപേരെന്ത് വരുന്നവരോ? പിന്മാറ്റത്തിൽ പുത്തൻ വീട്. മനസ്സിലാകുന്നവർക്കായി. ദൈവസഭയിൽ നിന്ന് മാറിയവൻ. എന്നിട്ട് അച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ചെറുതോണി ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നീ 2 കുപ്പി സെവനപ്പ് അയക്കണം. പേര് തോമാച്ചൻ, കെയറോ പിന്മാറ്റത്തിൽ പുത്തൻ വീട്, പാതാളം 69-10-10 പിൻ നമ്പർ. സ്വോത്രം. കർത്താവിനെ കാണാത്ത കൂവപ്പള്ളിയിൽ മൂലമറ്റത്തെ സകല അച്ചായന്മാരും വീഴാൻ പോകുന്നത് അവിടെയാ. സ്വോത്രം. അതുകൊണ്ട് ഈ കൺവെൻഷൻ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടക്കണം. നിന്റെ ആർഭാടവും നിന്റെ വാദ്യഘോഷവും നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യവും എല്ലാം താഴെത്തീരും. അതുകൊണ്ട് നാഥൻ പറഞ്ഞു, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ട്. മോനെ, അധികം സൗകര്യമില്ലെങ്കിലും, അധികം കെട്ടിടമില്ലെങ്കിലും, അധികം ആഡംബരമില്ലെങ്കിലും, നിനക്ക് നല്ല വസ്ത്രമില്ലെങ്കിൽ, നീ കർത്താവിനെ ഉയർത്തുന്നവനാണെങ്കിൽ നിന്റെ ആത്മാവിനെ അബ്രഹാം പിതാവിന്റെ മടിയിൽ കൊണ്ടുപോകുന്നവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാം, ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴെ പാതാണ്. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. ഈ സൂര്യന്റെ ആകർഷണത്തിൽ നിൽക്കുന്ന ഭൂമി ഹൈഡ്രജൻ മാറ്, ഹീലിയത്തിന്റെ കറുത്ത പുക വരും. അപ്പൊ പിടികിട്ടത്തില്ല. പാണ്ടിലോറി കട്ടപ്പന ചെറുതോണി കുലുങ്ങുന്നത് പോലെ ഭൂമിക്കുണ്ടായിരുന്ന പ്രതിഭാസമാണ്. ഞാൻ മുല്ലപ്പെരിയാറിലേക്ക് പോവുക. അതിന്റെ പ്രതിഭാസമാ. ഭൂമി പടുപട പൊട്ടും കിടുകിടക്കീറും മത്തനെ പോലെ ചാഞ്ചാടി കാവൽ മാടം പോലെ ആട്. ഇടുക്കിക്കാർക്കറിയത്തില്ല എന്താ മുല്ലപ്പെരിയാർ. 1970 മുതൽ 80 വരെ 15 ഭൂകമ്പം. കേട്ടോണം. 1980 മുതൽ 90 വരെ 30 ഭൂകമ്പം. 90 മുതലായി ഭൂകമ്പങ്ങൾ. 93 എല്ലാവരും നോട്ട് ചെയ്യണം. മഹാരാഷ്ട്രയിൽ ലത്തൂർന്ന് കുലുങ്ങി. ഇതാ മുല്ലപ്പെരിയാർ. മഹാരാഷ്ട്രയിൽ ലത്തൂർന്ന് കുലുങ്ങി 43,000 പേർ മരിച്ചു. ആ കമ്പനം കർണാടക, മഹാരാഷ്ട്ര, മംഗലാപുരം, സുൽത്താൻ ബത്തേരി. ഇറങ്ങിയത് കൊച്ചി കടൽ. കൊച്ചിയിൽ നിന്ന് മൂവാറ്റുപുഴ, തൊടുപുഴ, കാഞ്ചിയാർ, വള്ളക്കടവ്, ഉപ്പുതറ, ബേബി ഡാം. അന്നാ മുല്ലപ്പെരിയാറിൽ വിള്ളൽ വന്നത്. മുല്ലപ്പെരിയാർ ആരാ ഉണ്ടാക്കിയത്? തിരുവിതാംകൂർ രാജകുടുംബം. ആർക്കാ? കമ്പം തേനി ഡിസ്ട്രിക്റ്റിനോട് കരുണ കാണിച്ചതാ മുല്ലപ്പെരിയാർ. സ്വോത്രം. ഈ മുല്ലപ്പെരിയാർ എത്ര വർഷത്തേക്ക് പാട്ടം കൊടുത്ത് ഉണ്ടാക്കിയ എഞ്ചിനീയർ ഇടുക്കിക്കാർക്ക് അറിയത്തില്ല. ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ സ്പിന്നർ. നിങ്ങൾക്കറിയത്തില്ല. ഇംഗ്ലീഷുകാരൻ ഒരു എഞ്ചിനീയർ. കഴിഞ്ഞ ദിവസം ആരോ ഞാൻ കട്ടപ്പന പ്രസംഗിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ സാറേ മുല്ലപ്പെരിയാർ ഉടനെ തീരുമെന്ന്. ഞാൻ പറഞ്ഞു, മലയാളി ഉണ്ടാക്കിയതായിരുന്നു തീർന്നതിനെ, ഇംഗ്ലീഷുകാരനായതുകൊണ്ട് വിശ്വസിക്കാമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ചുണ്ണാമ്പ് സുർക്കയായിട്ട് ഉണ്ടാക്കിയതാ. മുല്ലപ്പെരിയാർ തീരുമോ? 50 വർഷത്തെ ഗ്യാരണ്ടിയിൽ ചുണ്ണാമ്പ് സുർക്കയായിട്ട് പണിഞ്ഞതാ.
ഇന്നത്തെ മുല്ലപ്പെരിയാർ 1993 ശ്രോത്ര എന്താണെന്നറിയാമോ? ആദ്യത്തെ കുലുക്കത്തില് മുല്ലപ്പെരിയാർ ഈ നിലയിൽ വന്നത്. എത്ര പണിഞ്ഞാലും എത്ര വർഷം ദൈവം കൊടുത്തു? 32 വർഷം കൊടുത്തു. തമിഴ്നാട് അച്ഛന് വിട്ടിരിക്കുന്നു. നിങ്ങൾ പലരും ഇവിടെ കാണും. തമിഴ്നാട് ജീവിതത്തിൽ ഇത് പണിയാൻ അനുമതി കൊടുക്കത്തില്ല. തമിഴ്നാടിൻ്റെ പ്രത്യേകത എന്താ അറിയാവൂ? മുല്ലപ്പെരിയാർ പോയാൽ കേരളത്തിലെ 5 ഡിസ്ട്രിക്റ്റ് ഇല്ല. 45 ലക്ഷം ജനങ്ങൾ മരിക്കും. 1 ഇടുക്കി, 2 കോട്ടയം, 3 പത്തനംതിട്ടയുടെ ഒരു ഭാഗം, 4 എറണാകുളം, 5-മത്തത് ആലപ്പുഴയുടെയും തൃശ്ശൂരുടെയും ഒരു ഭാഗം. 5 ഡിസ്ട്രിക്റ്റ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് സഹിതം പോകും. 45 ലക്ഷം ജനം മരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. 2-ാം പക്കം കൊച്ചി മുഴുവൻ വെള്ളമാകും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. മുല്ലപ്പെരിയാറിൻ്റെ കാര്യം നിങ്ങൾക്കറിയത്തില്ല. മുല്ലപ്പെരിയാർ ഡാം പോയാൽ താഴെ ഇഞ്ഞ് കല്ലാർകുട്ടി വരെ ചെങ്കുളവും പന്നിയാറും പള്ളിവാസലും എല്ലാം തകരും. അത്രയും ഇതായിട്ട് അതിൻ്റെ പ്ലേറ്റുകൾ മാറിയിരിക്കുന്നത്. മുല്ലപ്പെരിയാർ പൊട്ടുമോ? എന്താ? തമിഴ്നാട് അനുമതി കൊടുക്കത്തില്ല. ഇപ്പം തന്നെ തമിഴ്നാട്ടുകാർ പറയുന്ന മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കേരളം 2 തിരുവനന്തപുരവും കൊല്ലവും ആരെടുക്കും? കന്യാകുമാരി, കുമരി മാവട്ടം എടുക്കും. സന്തോഷമില്ലല്ലോ. പാലക്കാട് ഭാഗങ്ങൾ, കോഴിക്കോട് ഭാഗങ്ങൾ, കോയമ്പത്തൂർ എടുക്കും. അത് കഴിഞ്ഞ് കണ്ണൂരും, അത് കഴിഞ്ഞിട്ട് വരുന്ന മലപ്പുറവും ഗൂഡല്ലൂരും എടുക്കും. സന്തോഷമില്ലല്ലോ. സ്വത്ര തമിഴ്നാടുകാർ സൈൻ ചെയ്യത്തില്ല. അതുകൊണ്ടായി മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുമോ? പൊട്ടാതിരിക്കുമോ? 45 ലക്ഷം ജനങ്ങൾ ഗുഡ് ബൈ പറയൂ. മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടാൻ ദൈവം അനുവദിക്കോ? ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സായം സന്ധ്യയിൽ ലോത്തിന്റെ വീട്ടിനകത്ത് 2 ദൂതന്മാർ വന്നിട്ട് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും കരം പിടിച്ച് പുറത്ത് കൊണ്ടുപോയതുപോലെ മുല്ലപ്പെരിയാർ ഇവിടെ പൊട്ടാൻ ഇപ്പോൾ ദൈവം അനുവദിക്കത്തില്ല. ആ പൊട്ടലിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇവിടുത്തെ CB വർഗീസ് സഭാകാവ് കേട്ടാലും, മണിയാശാൻ കേട്ടാലും, ഡീൻ വർഗീസ് കേട്ടാലും, ആരൊക്കെ കേട്ടാലും കൊല്ലങ്ങളായി ഞാൻ പ്രസംഗിക്കുന്നു. എന്താ അതിൻ്റെ പ്രത്യേകത? പെരിയാർ അച്ഛനറിയാം. ഡൈമുക്ക്, ചെങ്കവിലാസം, ആനവിലാസം, ചെങ്കര. എവിടെ ഇവരെല്ലാം ചൊവ്വേന്ന് വന്നവരച്ഛ. സ്വത്രം ഇടുക്കിയിലെ സ്ഥലം നിങ്ങൾക്ക് അറിയത്തില്ല. സ്വത്രം എല്ലാ സ്ഥലത്തും പെരിയാറിലും പിന്നെ ആനവിലാസം, ചെങ്കര, സ്വത്രം, ഡൈമുക്ക് എവിടെല്ലാം കോളനി ഞാൻ കിടന്ന് പ്രസംഗിച്ചതാണ്. മലയാളിക്ക് ഇപ്പം വീടും കാറും ഒക്കെ കിട്ടി സന്തോഷമില്ല. അവിടെ അരുമയാണ് തമിഴ് പാടൽ അവർ പാടും. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. രാജാവും മാളികയിൽ റാപ്പകലായി അമർന്നിരിപ്പ്, സുതിത്വവും മകന്തിരിപ്പ്, അപ്പ ഉങ്ങൾക്ക് ആരാധന. ഇന്ന് കേരളത്തിലെ പെന്തിക്കോസുകാർ, CSIക്കാർ ലോത്തിൻ്റെ ഭാര്യയുടെ കണക്കിരിക്കുക. സന്തോഷമില്ലല്ലോ. കൈയടിച്ച് പാട്ട് പാടത്ത് പോലുമില്ല. സ്വത്രം അവിടെ ചെല്ലണം. ആനവിലാസ്, ചെങ്കര, ഡൈമുക്ക്, പെരിയാർ, പാമ്പനാർ. അവിടെ തമിഴിലെ പാട്ട് ഇന്ന് ഞാൻ മോനോട് അതാ പറഞ്ഞു. എന്താ കൺമലയാന വരെ. സ്വത്രം അവിടെ എല്ലാം നല്ല തോട്ടം തൊഴിലാളികളാണ്. അവൻ്റെ കാശുമില്ല, കാര്യമില്ല. മകയുടെ വകയിൽ അച്ഛന്മാരോട് ചോദിച്ചാൽ മതി. പല ഗവൺമെൻറ്റിനും ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? വൈകിട്ട് 6 മണിക്ക് പള്ളിയുടെ മുറ്റത്ത് വരുമ്പോൾ ദാണ്ട ഇവിടെ ഫ്ലാസ്ക് വെച്ചിരിക്കുന്ന പോലെ ചായയും കുടിക്കും. ചിലർ മറപ്പരെ പോയി ഉടുപ്പ് മാറിയിട്ട് സഭാമുറ്റത്ത് വരുന്നത്. അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിക്കും. എവിടെ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട് അവരെ വിടുവിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇടുക്കിക്കാർ, നാട്ടുകാർ കേൾക്കട്ടെ, ചാനലുകാർ കേൾക്കട്ടെ, മലനാടുകാർ കേൾക്കട്ടെ. ഇന്ന് പകൽ ചങ്കൂറ്റത്തോടെ ഞാൻ പറയാം. എന്താ? പടി നിയമത്തിൽ ഒരു വിമോചകനുണ്ടായിരുന്നു, മോശയുടെ ശബ്ദം കേട്ട് 30 ലക്ഷം ജനം ഇറങ്ങി. അവർ ചെങ്കടലിനകത്ത് തകരാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. അവരുടെ കണ്ണുനീരിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഒരു കിഴക്കൻ കാറ്റടിച്ചു. ചെങ്കൽ പാത ഒരുക്കി അവരെ മറുകര കടത്തിയതുപോലെ ഇവിടെ 45 ലക്ഷം ജനം വെള്ളത്തിനകത്ത് വീണ് മരിക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതിനു മുമ്പ് ഞങ്ങളുടെ നാഥന്റെ രക്തത്താൽ കൈകൾ പ്രാപിച്ച ദൈവമക്കളെ നിത്യ വീട്ടിൽ കൊണ്ടുപോകുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മടങ്ങി വരും. നമ്മുടെ ദൈവം ആര്? കരുണയുടെ ദൈവം. നമ്മുടെ ദൈവം കൃപയുടെ ദൈവം. നമ്മുടെ ദൈവം ദയാലുവായ ദൈവം. ഇടുക്കിക്കകത്ത് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവമക്കളെ പ്രളയത്തിനകത്ത് തകർക്കുന്നവനല്ല ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. അതുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുവെന്നോ പൊട്ടത്തില്ലെന്നോ ഇപ്പം ദൈവം പൊട്ടാൻ അനുവദിക്കത്തില്ല. ദൈവസഭ എടുക്കപ്പെട്ടാൽ ഒരുപക്ഷെ മുല്ലപ്പെരിയാർ പൊട്ടിയേക്കാം. എന്നാൽ ഇന്ന് പകൽ കൃപ പ്രാപിച്ച ദൈവമക്കളോട് 45 ലക്ഷം ജനങ്ങൾ മുല്ലപ്പെരിയാറിനകത്ത് വെള്ളത്തിനകത്ത് ഒഴുകി. ലോക രാജ്യങ്ങളിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കുക. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്ക് പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറാ. ഇന്ന് പകൽ സെന്റ് തോമസേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാ.
വിതയ്ക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. ചങ്കൂറ്റത്തോടെ ഇടുക്കിയുടെ ഓരോ മണ്ണിലും ഞാൻ പറഞ്ഞു, ഇപ്പം വിടവുണ്ടായാലും ഏതൊക്കെ 142 കഴിഞ്ഞാലും ഈ മുല്ലപ്പെരിയാർ ഇപ്പം പൊട്ടാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അത് പൊട്ടുന്നതിന് മുമ്പ് എൻ്റെ കാന്തൻ്റെ കാഹളം മധ്യാകാശത്തിൽ കേൾക്ക്. ലൂക്കോസ് 21:11 മോൻ വായിച്ചട്ടെ, മോൾ വായിച്ചട്ടെ. ലൂക്കോസ് 21:11 അന്ത്യകാലം വായിക്കാം. ലൂക്കോസ് വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും കരമുയർത്തുന്നവർക്കായി. ഇതാ ഇന്നത്തെ കോവിഡാനന്തര ലോക. ഇന്ന് പകൽ ഒരു ഉദാഹരണം പറഞ്ഞ് 2 കാര്യം കൂടെ പറഞ്ഞു നിർത്താം. വൈകിട്ട് യോഗം ഉണ്ടല്ലോ, എൻ്റെ ശ്വാസത്തിനും പേരിയസ്. ഇന്ന് പകൽ എല്ലാവരും കേട്ടാട്ടെ. അടുത്ത ഉദാഹരണം, നമ്മുടെ ഇവിടെ കൂവപ്പള്ളിയിൽ ഒരു വീട്, ഒരു ചെറുപ്പക്കാരി എല്ലാവരും കേൾക്കണം. മുല്ലപ്പെരിയാർ പോവോ കർത്താവ് വരുമോ? കേൾക്കണം. ഒരു ചെറുപ്പക്കാരി, അവർ 2 പേരും വിദേശത്തായിരുന്നു. ചെറുപ്പക്കാരൻ 38, ആ മോൾക്ക് 36 വയസ്സ്. കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇവിടെ വന്നവർ ട്രീറ്റ്മെൻറ്റ് നടത്തി. 42 വയസ്സായ ചെറുപ്പക്കാരന്, പെൺകുട്ടിക്ക് 40 വയസ്സായി. ഇപ്പോൾ ഒരു കറുത്ത കുഞ്ഞിനെ കിട്ടി, ഒരു 2 വയസ്സുള്ള മോൻ, ഒരു കറുത്ത കൊച്ച, നല്ല വീടും കാറും കമ്പ്യൂട്ടറും, നാടൻ ഭാഷ, നാടൻ ഇടുക്കി മലയാളം. അവർ 3 പേരോട് എവിടെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കിടന്നു, നല്ല ബെഡിനകത്ത്. 3:30 ആയപ്പോൾ ചെറുപ്പക്കാരി എഴുന്നേറ്റു. ആ കറുത്ത കൊച്ചു കിടക്കുക. അവർ 2 പേരും പറഞ്ഞ് തോട്ടത്തിൽ പോയി വെള്ളം അടിക്കാം, താണ്ടെ കുഞ്ഞിൻ്റെ ഒരു തലകട വെച്ച് വീട് മടച്ചിട്ട് പോകാം. അവർ പോയി. മക്കള് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം, നാട്ടുകാർ നിലവിളിച്ച് പുക. ആ സമയത്ത് അവർ ഓടി വന്നു. വീട്ടിൻ്റെ മുറ്റത്ത് നാട്ടുകാർ കൂടി നിൽക്കുക. അവർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട്, ആരും കയറരുത്. അയ്യോ, ചെറുപ്പക്കാരും കൈ കൊടുത്തു. ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൽ കൂടി കിട്ടിയ ഒരു കുഞ്ഞ, ഇനി ഒരു കുഞ്ഞുണ്ടാകത്തില്ല. അവർ വീട്ടിനകത്തോട്ട് കയറാൻ ചെല്ലുക. നാട്ടുകാർ പിടിച്ച് പുറത്തോട്ട് കളയുക. ആ സമയത്ത് ചെറുപ്പക്കാരും ലാസ്റ്റ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും ഞങ്ങളുടെ അകത്തൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞ് മരിച്ചു കാണത്തില്ല. ആ കത്തുന്ന വീട്ടിനകത്ത് അമ്മമ്മ അച്ഛയെ കേട്ടെ വാതിൽ പാളി ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി. ആ മുറിക്കകത്ത് കിടന്ന കുഞ്ഞൽപ്പം പൊള്ളൽ 2 വയസ്സുള്ള കറുത്ത കൊച്ചിനെ വാരിയെടുത്തു. പുറത്തേക്ക് വന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞിന് ഞങ്ങൾക്ക് ജീവനോടെ കിട്ടിയെങ്കിൽ ഇന്ന് പകൽ ചങ്കൂറ്റത്തോടെ പറയാ, മുല്ലപ്പെരിയാർ കത്തുന്നതിന് മുമ്പ് തൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച കുഞ്ഞുങ്ങളെ വാരിയെടുക്കുക. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ വരാറായി. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പ. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യ, അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു. മോള് പറയുമ്പോൾ അടുത്ത വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, നല്ല പാട്ട്. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. എവിടാ ഇന്ന് നമ്മുടെ പാട്ടെല്ലാം മാറി. ചട്ടി മാറും, കൊട്ട മാറും, കലം മാറും. സന്തോഷമില്ലല്ലോ, സ്വത്രം. പണ്ടത്തെ അപ്പച്ചന്മാർ എന്തിനു നല്ല പാട്ടാ പാടി. അതാ കുഞ്ഞ് വായിച്ചത്. 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക്. അസ്ട്രോയിഡ്. ഇവിടുത്തെ പൊന്നമ്മാമ നാട്ടുമാങ്ങ കുലിക്കുന്ന പോലെ വീഴും. അടുത്ത 3 സംഭവം പറയുമ്പോൾ പകലത്തെ മെസ്സേജ് അവസാനിക്കും. മനുഷ്യൻ മരണം കൊതിക്കാൻ പോകുന്നു. വായിക്കാം 6:14-15. കുഞ്ഞു വായിച്ചോട്ടെ, അടുത്ത വാക്ക് വായിക്കാം. 6:14-15. പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. അടുത്തത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഇനി പതിയെ പോയാ മതി. കോവിഡാനന്തര ലോകം നിങ്ങൾ കണ്ടില്ലേ? എത്ര മലകൾ പോയി. 1 കവളപ്പാറ പുത്തുമല, കരമുയരുന്നില്ലല്ലോ, സകല മല. 2 ഇടുക്കി പെട്ടിമുടി, കര ഉയരുന്നില്ലല്ലോ, നിങ്ങളുടെ സ്ഥലം. 3 മുണ്ടക്കയം കൂട്ടിക്കൽ, കര ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. കൂട്ടിക്കൽ CSI പള്ളിയിൽ അച്ഛൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പള്ളി പോകാതിരുന്ന, കര ഉയരുന്നില്ല. സ്വോത്രം. അച്ഛനോട് വിളിച്ച് ഒരു ബാക്കി പറഞ്ഞു തരും. സ്വോത്രം. കൂട്ടിക്കൽ. ഈ ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾ തുർക്കിയിലും മലയിളകി സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും കർത്താവിൻ്റെ വരവിൽ. 4 അമ്പൂരി, തിരുവനന്തപുരം CSIയുടെ കോട്ടയം അമ്പൂരി. 2013 അമ്പൂരി മല ഇടിഞ്ഞിറങ്ങിയത്. എല്ലാം കർത്താവിൻ്റെ വരവ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു സംഭവം, 2030 കര കടലാകാൻ പോകുന്നു. ചൂട് കൂടിയാൽ ഹിമാലയത്തിലെ ദാണ്ടെ ഐസുപാളി ഉരുകുന്നു. അതായി കടൽ വെള്ളം കയറുന്നത്. നിങ്ങളുടെ ആരെങ്കിലും കൊച്ചിയിൽ കടലിൻ്റെ തീരത്ത് ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ വിറ്റ് സൽകാലിയാക്കണം. സ്വോത്രകാഴ്ച ചായ കുടിക്കാൻ എനിക്ക് കാശ് തരണം. സ്വോത്രം. കടലാകും. അമേരിക്കക്കാരെല്ലാം കേട്ടാട്ടെ, 2030 അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലം കാണത്തില്ല.
കടൽ വെള്ളം ഇരച്ചു കയറുന്നു. കടലിനകത്ത് വേറെ വിഷയം, സാൻ ആൻഡ്രിയാസ് ഫോർട്ട് ഐസ് ഉരുകുന്നു. കാലിഫോർണിയ കാണത്തില്ല. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിന്നുള്ളത്. ഇന്ത്യക്ക് ഒരു സുന്ദരിയുണ്ട്, കാവ്യമാധവനല്ല. ഇന്ത്യയുടെ സുന്ദരിയുടെ പേര് ആൻഡമാൻ നിക്കോബാർ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. കഴിഞ്ഞ സുനാമി വന്നപ്പോൾ 2 അടി താഴ്ന്നു ഇന്ത്യയുടെ സുന്ദരി ആൻഡമാൻ നിക്കോബാർ. എല്ലാം കേൾക്കണം, ഇതെല്ലാം തീക്കായി ദൈവം വെച്ചിരിക്കുക. സകല മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിന്നുള്ളകിപ്പോ. അടുത്തത് ഇവിടുത്തെ നേതാക്കന്മാർ. വായിച്ചാട്ട് മക്കളെ, അടുത്ത വാക്ക്. ഭൂമിയിലെ രാജാക്കന്മാരും ഇന്ത്യൻ പ്രധാനമന്ത്രി, മഹത്തുക്കൾ നമ്മുടെ മുഖ്യമന്ത്രി, സഹസ്രാധിപന്മാരും, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും. അവിടെ നിൽക്കട്ടെ മക്കളെ, അവിടെ കേട്ടോ, ബാക്കിയൂടെ കേട്ടാട്ടെ. ജനം ഇളകുന്നൊരു കാലം. ഇന്ന് ബാക്കിയൂടെ കേട്ടിട്ട് നിങ്ങൾ എഴുന്നേൽക്കാവൂ. ഇന്ത്യയുടെ പ്രധാന ആഭ്യന്തരമന്ത്രി അമിത്ഷാ മംഗലാപുരത്ത് വന്നു. പ്രളയം മൂലം ഇറങ്ങാൻ പറ്റിയില്ല, പുള്ളിക്കാരെ സ്ഥലം വിട്ടു. തീർന്നില്ല, ജനം ഇളകുന്നൊരു കാലം ഇവിടെ വരാറായി. അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത് റാന്നി, അവിടുത്തെ എംഎൽഎ രാജു എബ്രഹാം എവിടെ കയറി? ബിൽഡിങ്ങിൻ്റെ മേളിൽ പ്രളയം കയറി. ഹല്ലേലൂയ കാണിക്കാനല്ല ബിൽഡിങ്ങിൻ്റെ മേളിൽ കയറിയത്, ബോട്ടിനെ വിടാൻ. മനസ്സിലാകുന്നവർക്കായി ഹെലികോപ്റ്ററിൻ്റെ സ്വോത്രം. ഇന്നത്തെ എൻ്റെ സ്നേഹിതൻ VD സതീശ്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഞാനാ പഠിപ്പിച്ച്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുകൊണ്ട് അവൻ എഴുതി കൊടുക്കുന്ന പേപ്പറായി VD സതീശൻ സൂചേട്ടൻ പ്രസംഗിക്കുന്നത്. സന്തോഷമില്ലല്ലോ സ്വോത്രം. VD സതീശൻ്റെ സെക്രട്ടറിക്ക് ക്ലാസ് എടുത്ത ഞങ്ങൾ. അതുകൊണ്ടാണ് VD സതീശൻ എല്ലാ സ്ഥലത്തും പോയി സൂചേട്ടൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ VD സതീശൻ കണ്ണമൂലയും പഠിച്ചില്ല, ബാംഗ്ലൂർ ബറിയനും പഠിച്ചില്ല. സ്വോത്രം. ഇവരെല്ലാം പഠിപ്പിച്ച് പിള്ളേരെ പഠിപ്പിച്ച് ഞങ്ങൾ, അവരൊക്കെ എൻ്റെ കീഴിയിരിക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് VD സതീശൻ വടക്കംപരപൂരിൽ നിന്നു. അന്നത്തെ ശൈലജ ടീച്ചറോട് പറഞ്ഞു, സാറേ ഹെലികോപ്റ്റർ വിടാം, എല്ലാം പരപ്പുറത്ത് കയറും, ഇടുക്കിയിലും കയറും, അന്ത്യകാലമായി. അങ്ങനെയെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിഴിഞ്ഞ തോക്കി ചുഴലിക്കാറ്റടിച്ചു, ജനമിളകി. മനോജ് പ്രകാശ് സാർ ഉണ്ടായോണ്ട് വീട്ടിൽ വന്ന് കറ്റം കുടിച്ചു. അന്ത്യകാലം. ഇവിടുത്തെ നേതാക്കൾ മുഴുവൻ കസേര വിട്ടു പോകുന്നൊരു കാലം വരാറായി. എന്നാൽ ഇവിടുത്തെ നേതാക്കൾ പോകുമ്പോൾ ഞങ്ങൾ ചങ്കുറ്റത്തോട് ഇന്ന് കണ്ണിക്കൽ CSI പ്രത്യാശയോട് പറയും, ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയർത്തുന്നവർക്ക് അവന്റെ പ്രഭുക്കന്മാർ നേരോട് ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിന്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. സ്വോത്രം. ദാണ്ടേ, അവർ ആത്മഹത്യ ചെയ്യത്തില്ല. നേതാക്കന്മാർക്കറിയാം അവർ ആത്മഹത്യ ചെയ്യത്തില്ല, ശരീരത്തിനെ മരണമുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? അവര് നമ്മുടെ കൂട്ടിക്കലോ നമ്മുടെ മൂലമറ്റത്തോ പാറയുടെ അവിടെ ചെന്നിട്ട് ഒന്ന് വീഴാൻ പറയും. സന്തോഷമില്ലല്ലോ സ്വോത്രം. മലകളോടും പാറകളോട് ഞങ്ങളുടെ മേൽ വീഴുവേൻ. നേതാക്കന്മാർ കസേരയിൽ ഓടും. അടുത്ത വാക്കൂടെ വായിച്ചാട്ട് മക്കള്. അക്കാലത്ത് മനുഷ്യൻ മരണം. വായിച്ചാട്ടെ അടുത്ത വാക്ക് വായിക്കാം. ഞങ്ങളുടെ മേൽ വീഴുവേൻ. സിംഹാസനത്തിലിരിക്കുന്നവന്റെ മുഖം കാണാതെയും കുഞ്ഞാടിന്റെ കോപം തട്ടാതെയും ഞങ്ങളെ മറപ്പീൻ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവരെല്ലാം കസേരയിൽ നിന്ന് ഓടും. അതുകൊണ്ട് ഇന്ന് പകൽ ഹഗ്ഗായിയോട് ചേർന്ന് 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവസാനിക്കും. ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും. കരമുയർത്തുന്നവർക്കായി ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികളെയും ഇളക്ക്. സകല ജാതികളുടെയും മനോഹര വസ്തു കണ്ണിക്കലെ വരാറായി. യേശു ക്രിസ്തു ഏത് ജാതിയുടെ? പെന്തിക്കോസിന്റെ ദൈവമാണോ? CSIയുടെ ദൈവമാണോ? മർത്തോമയുടെ ദൈവമാണോ? ഹൈന്ദവന്റെ ദൈവമാണോ? അല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, കരമുയർത്തുന്നവർക്ക് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാ അവൻ അധികാരം കൊടുത്തങ്ങ്. കളർ നോക്കാതെ, നിറം നോക്കാതെ, പാരമ്പര്യം നോക്കാതെ, കുടുംബത്തിന്റെ ശ്രേഷ്ഠത നോക്കാതെ, കീശയിലെ കാശ് നോക്കാതെ, ഇന്ന് പകൽക്കാലം ആ നാഥന്റെ മുഖത്ത് നോക്കി ഞാനൊരു പാപിയാണെന്ന് ആര് കരമുയർത്തുന്നു? നിന്നെ സ്നേഹിക്കുന്ന നല്ല കർത്താവിന് ഈ 2025 സെന്റ് തോമസ് CSIയുടെ കൺവെൻഷൻ ഞങ്ങൾ ഉയർത്തുന്നു. നമ്മുടെ നാഥൻ വരാറായി. ഈ നേതാക്കളെല്ലാം 5 സബ്ജക്റ്റ് നിങ്ങളോട് പറഞ്ഞു. 1, സൂര്യൻ മനുഷ്യനെ കൊല്ലും. 2, ആകാശപ്പാറ, അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറ. 3, വാട്ടർ ഇൻഫെക്ഷൻ, അതിനു മുമ്പ് ജീവജല നദി. ഇവിടെ എല്ലാം രക്തവെള്ളം ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴയോടൊപ്പം സമുദ്രത്തിൽ പാറ വീടും രക്തവെള്ളം. അത് കുടിക്കുന്നതിന് മുമ്പ് 4, മുല്ലപ്പെരിയാർ, 5 ഇവിടെ മുല്ലപ്പെരിയാർ പൊട്ടാൻ കാലമായി. മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് കാന്തന്റെ ശബ്ദം കേൾക്കും. 6, ഇവിടുത്തെ സകല ഭരണാധികാരികളും കസേര വിട്ട് ഓടും. അവരോടുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാക്കന്മാരുടെ രാജാവായി അവൻ വരാൻ കാലമായി. 7, ഇപ്പോഴത്തെ കാലം. 2 വാക്യം കൂടെ പറഞ്ഞു. കാൽവറിയിലേക്ക് പോകുമ്പോൾ അവസാനിക്കും. ബാക്കി രാത്രി വായിക്കാം. എസക്കേൽ 14, 21, 22 കേരളം. വായിച്ചാട്ട് മോള് വായിച്ചാട്ട് എല്ലാവരും ഈ ബൈബിളിൽ ഈ വാക്യം ഈ കുഞ്ഞു വായിക്കുന്ന എടുക്കണം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. എല്ലാവരും ഇത് നോട്ട് ചെയ്യാട്ടെ.
യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യെരൂശലേമിൽ നിന്നും മനുഷ്യരെയും. യെരൂശലേം എന്നുള്ളത് ബൈബിള് തിരുത്തുവല്ല, എന്നെ ആരും കുറ്റം പറയരുത്, നമ്മുടെ കേരളം ഒന്ന് മാറ്റിയാട്ട്. കേരളത്തിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ഛേദിച്ചു കളയേണ്ടതിന് വാൾ. അവിടെ നിൽക്കട്ടെ മോളെ, എത്ര ക്ലിയറായി. കോവിഡാനന്തര ലോകം. ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ, യഹോവ സാക്ഷികൾ ചോറ്റുപാത്രത്തിനകത്താ ബോംബ് വെച്ചത്. കണ്ണൂരിൽ ഒരു ചെറുപ്പക്കാരൻ, ഡൽഹിക്കാരൻ, ഒരു ആശാരി വന്നിട്ട് എന്താ ചെയ്തത്? പയ്യന്നൂർ ഞാൻ പ്രസംഗിക്കുന്ന അവൻ്റെ പരിപാടി ആ കമ്പാർട്ട്മെൻറ്റ് മുഴുവൻ തകർക്കാനാ. മണ്ണെണ്ണ ഒഴിച്ചു, കണ്ണൂരിലും ട്രെയിൻ കത്തി. കേരളം ഞെട്ടിയ സംഭവങ്ങൾ. ചോറ്റുപാത്രത്തിൽ ബോംബ്. ഡൽഹിക്കാരൻ വന്നിട്ട് ട്രെയിനകത്ത് മണ്ണെണ്ണ കുപ്പിക്കകത്ത് തീ, മരിച്ചു. വാൾ. അടുത്തത് അടുത്ത വാക്ക് ക്ഷാമം. അവിടെ നിൽക്കട്ടെ. വെളിച്ചെണ്ണയുടെ വില കേട്ടാൽ മതിയല്ലോ, സന്തോഷമില്ലല്ലോ, ആരും കരയുന്നില്ലല്ലോ. സ്വോത്ര. വെളുത്തുള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും വില കേട്ടാൽ മതി. പണ്ട് കുഞ്ഞമാമ്പ ഉള്ളി തൊലിക്കുമ്പോഴായിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നത്. മറ്റേ കടയിൽ ചെല്ലുമ്പോൾ വെളുത്തുള്ളിയുടെ വില കേട്ടാൽ കരയും. തേങ്ങയുടെ വില കേട്ടില്ല, ക്ഷാമവും. ഇൻസുലിൻ്റെ വില 840. ഒരുത്തരെയും കുറ്റം പറയണ്ട, എല്ലാം ഒരുവന്റെ കയ്യിലെത്താൻ പോകുന്നു. രാവിലെ ഞാൻ പറയാം ക്ഷാമം. അടുത്തത് ദുഷ്ടമൃഗം. അതാ ഇടുക്കിക്കാർ. ഇടുക്കി 5 പേരിലോ പഞ്ചപാണ്ഡവന്മാർ 5 പേരെന്ന് പറഞ്ഞാൽ അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മാങ്ങാക്കൊമ്പൻ, പടയപ്പ, അവന്റെ മൂത്ത ചേട്ടൻ PT7 പാലക്കാട്. കരമുയരുന്നില്ലല്ലോ. സ്വോത്ര. താ കിടക്കുന്ന എല്ലാവരും റോഡിൽ ഇറങ്ങും. അന്ത്യകാലമാ. ദുഷ്ടമൃഗം. ആരും വിഷമിക്കണ്ട. എരുമേലിയിൽ അച്ഛൻ രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത്, ഇടമളക്കൽ പാലെടുത്തുകൊണ്ടിരുന്നപ്പോൾ കാട്ടുപോത്ത്, സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ കൗൺസിലറിനെ കാട്ടുപന്നി. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വിതുരയ്ക്ക് ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഒരു കൂടെ ചെറുപ്പക്കാരൻ, ഞങ്ങൾ ഒരു വണ്ടിയിലാണ് പോയത്. രാത്രി നോക്കിയപ്പോൾ ജോണച്ച കണ്ട കാഴ്ച. ഞാൻ വിചാരിച്ച് കൺവെൻഷൻകാരാണ്. 22 പന്നികൾ റോഡേ പ്രൈസലോടുമായിട്ട് നടക്കുന്നു. സ്വോത്രം. തിരുവനന്തപുരം വിതുര. കാട്ടുമൃഗങ്ങൾ ഇറങ്ങാം. നമ്മുടെ കൊന്നത്തടി തന്നെ പിടിക്കാം. 6 വർഷങ്ങൾ കൊന്നത്തടി CSI പ്രസംഗിച്ചു. ഒരു ദിവസം ജോർജിയാന്തരൻ അച്ഛൻ എന്നോട് പറയാം, സാറേ ദാ പള്ളിയുടെ മതിലെ വന്ന് പുലി ഫിംഗർ പ്രിന്റ് കൊടുത്ത് വഴിയാധാരമായ ആധാർ പോലെ. സ്വോത്ര. കൊന്നത്തടി CSI വരെ ഇറങ്ങി പുലി. അന്ത്യകാലമായില്ലേ? കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു കാലം. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ഈ തലമുറയിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതിനാ ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ദുഷ്ടമൃഗം. അടുത്തത് വായിക്കാം. മഹാമാരി. കോവിഡ് തീർന്നു. ഇപ്പൊ ചൈനയിൽ നിന്ന് HMPV, ഷിഗല്ല, ക്രോമിയം, ബെർലിയം, വൈറസ്. മോൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എത്ര വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നു. മങ്കി പോക്സ്. അതിന് വിളിക്കാൻ പേടിയായോണ്ട് M-pox എന്ന് വിളിക്കുന്ന മനസ്സിലാകുന്നവർക്ക്. ഇനി സ്കിൻ പോക്സ്. എത്ര സാധനങ്ങളിൽ പുറകെ വരാൻ പോകുന്നു. 2029 മാരകമായ വൈറസ് ഇറങ്ങാൻ പോകുന്നു. കുഞ്ഞമ്മ, മറിയമ്മ, ചിന്നമ്മ, H1N1, പന്നിപ്പനി, തക്കാളിപ്പനി, എലിപ്പനി എല്ലാം കൂടെ വരുമോ. സ്വോത്രം. ഇതെല്ലാം കണ്ടൊരു തലമുറയോടാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. ഈ തലമുറയിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നു. അതിനുവേണ്ടി കൺവെൻഷൻ ഈ പള്ളിമുറ്റത്ത് ക്രമീകരിച്ചത്. അടുത്ത വാക്ക് മോളി വായിച്ചാട്ടെ. അനർത്ഥകരമായ ന്യായവിധികൾ 4 കൂടെ അയച്ചാലോ. ഈ 4 കണ്ടവരാ ഇവിടെ ഇരിക്കുന്ന കരമുയർത്തുന്നവർക്ക്. ഇത് 4 നിങ്ങളുടെ പത്രത്തിൽ കൂടെ കണ്ടവരാ. വാൾ, ക്ഷാമം, മഹാവ്യാധി, ഇടുക്കിയിലെ ദുഷ്ടമൃഗങ്ങൾ. ഇതിന്റെ നടുവിൽ ഒരു സംഭവം. അതിനുവേണ്ടി കൺവെൻഷൻ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. എന്നാൽ പുറപ്പെട്ടു പോരുവാനുള്ള പുത്രന്മാരും പുത്രിമാരുമായ ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചു. കരമുയർത്തുന്നവർക്ക് ഇതിന്റെ നടുവിൽ പുറപ്പെട്ടു പോരാനുള്ള ഒരു രക്ഷിതഗണം അതിൽ ശേഷിച്ചിരിക്കും. ഒരു പകൽ കൂടി ഇന്ന് പകൽ സത്യവചനം കേട്ടിട്ട് മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ മടങ്ങുമെന്ന് പ്രാർത്ഥിക്കുവാൻ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുന്നു. 2 ഭാഗങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏറ്റവും വലിയ സയൻസ്, സോളാർ ശാസ്ത്രജ്ഞൻ അല്ല, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ ഫ്രാങ്ക് ഹിൽ. ഫ്രാങ്ക് ഹിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സോളാർ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്, കാലിഫോർണിയ. ആ ക്യാമ്പസിൻ്റെ പേരാ ബെർക്കിലി ക്യാമ്പസ്. അവിടെ ഒരു വല്യപ്പച്ചൻ ഇരിപ്പുണ്ട്, 85 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാ ഡോക്ടർ ഫ്രാങ്ക് ഹിൽ. അദ്ദേഹം പറയുന്നു 2035 കൂടി സൂര്യൻ ഉറങ്ങാൻ പോകുമെന്ന് വന്ന്. ഞാനല്ല, അത് കഴിഞ്ഞ ISROയുടെ മുൻ ചീഫായിരുന്നു ആലപ്പുഴക്കാരൻ ES സോമദാസ് സാർ. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ ഇനി അധിക ദിവസം ഭൂമിയിൽ കഴിയാൻ പറ്റത്തില്ല. മനുഷ്യൻ അന്യഗ്രഹങ്ങൾ തേടിപ്പോണ്. സകല ചാനലുകൾ മനോരമയിൽ, മാതൃഭൂമിയിൽ ഇന്നടിക്കണം. ES സോമനാഥ് സബ്മിറ്റ് വിത്ത് ISRO വന്ന ഉടനെ ചാനലുകൾക്ക് അഭിമുഖം കൊടുത്തു. ഭൂമിക്ക് ഇനി അധികമായില്ല. ഉപദ്യാവിനകത്ത് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവച്ച് പാർത്താലും അതിൻ്റെ നടുവിൽ നിന്ന് ഞാൻ ഇളക്കും. സ്വത്രം കിടക്കുന്നില്ലോ. ഇന്ത്യക്കാരി ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസ് കിടന്ന് മുട്ടിടിച്ചുകൊണ്ടിരിക്കുക. സ്വത്രം. പോയ പ്ലെയിൻ അങ്ങ് തീർന്നു, സ്റ്റാർ ലൈനർ അതവിടെ കിടക്കുക. സ്വത്രം. മനുഷ്യൻ എവിടത്തേക്ക് വന്ന് ചൊവ്വയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. പാലക്കാടുകാരി ലേഖയെ ശ്രദ്ധയോ 15 കോടിക്ക് 5.25 കോടി കിലോമീറ്ററുള്ള ചൊവ്വയിൽ പോകാൻ മനുഷ്യൻ തയ്യാറെടുക്കുന്നു. എലോൺ മസ്ക് പറയുന്നു, ഞാൻ ചൊവ്വയിൽ വീട് പണിഞ്ഞ് ഹോട്ടൽ ഉണ്ടാക്കുക. ഈ ഭൂമിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉപദ്യാവ് പറയുന്നത് പോലെ നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി വീട് വച്ചാലും അതിൻ്റെ
അതിൻ്റെ നടുവിൽ നിന്നെ ഇളക്കുമെങ്കിൽ കൺവെൻഷന്റെ 3-ാമത്തെ പ്രഭാഷണം നമുക്ക് പോകാനൊരു വീടുണ്ടോ? കൂടാരമായ ബൊമ്മഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി കാന്തൻ വരാറായി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളു. പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ ഏക സത്യദൈവം യേശു മാത്രം. ഉലകത്തിലെ മഹാന്മാർ കാറൽ മാർഷും ഏംഗൽസുമല്ല എവിടെ കിടക്കുന്നു? ഇന്ന് ബ്രിട്ടനിൽ കിടക്കുന്നു, അല്ലെ ലണ്ടനിൽ കിടക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാത്മജി, നെഹ്റുജി, ചാച്ചാജി, ഇന്ദിരാഗാന്ധി, രാജീവ് എവിടെല്ലാം കിടക്കുന്നു? ഡൽഹിയിലെ രാജ്ഘട്ടിൽ. എന്നാൽ ഇന്ന് കണ്ണിക്കൽ CSIയുടെ മുൻപിൽ ഞങ്ങൾക്ക് പറയാം, പടിഞ്ഞാറെ പലസ്തീനിലെ ചരിവ് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അവിടെ 27 ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന അവൻ ഇവിടെ ഇല്ല. മരിച്ചവരിൽ ആദ്യ ബല കറ്റിയായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ പകൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രാങ്കിയിൽ പറഞ്ഞു, ഈ സൂര്യൻ ഉറങ്ങാൻ പോകുന്നു. സോമദാസ് സാർ പറഞ്ഞു അന്യഗ്രഹങ്ങളിലെ കൊടിയേറാൻ. ബൈബിൾ വായിക്കാം. മലാക്കി 4:2 വായിച്ചാട്ട് മക്കളെ. കൊയർ പാട്ടുമെടുത്താട്ട് പുത്തനാം യെരൂശലേമിൽ ദീതി സൂര്യ ശോഭയാൽ. മോള് വായിച്ചാട്ട് മലാക്കി 4:2 രണ്ട് കാര്യം കൂടെ പറഞ്ഞു. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ കരമുയർത്തിയാട്ട് അടുത്ത വാക്യം കൂടെ. നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും. കരമുയർത്തുന്നവർക്കായി ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ നീതി സൂര്യൻ നമുക്ക് വേണ്ടി വെളിപ്പെടും. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കുഞ്ഞെ, അവസരം നഷ്ടപ്പെടരുത്. അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ചെറുപ്പക്കാരൻ ജോർജ് വിൽസൺ. 2 പേരെ കൊന്നു. ഒരപ്പനും അമ്മയ്ക്കും ഒരു മകനായിരുന്നു. എല്ലാവരും കേൾക്കണം. അവന് അമേരിക്കൻ പെഡറൽ കോർട്ട് കൊടുത്ത എന്താണെന്നറിയാമോ? കൊടുത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, തൂക്കിക്കൊല്ലാൻ. അപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും കരഞ്ഞു. കോർട്ടിൽ പോയപ്പോൾ പുള്ളി പറഞ്ഞു ജഡ്ജി കൊടുക്കത്തില്ല. അന്നേരം ആരോ പറഞ്ഞു അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു നല്ല ദൈവവിശ്വാസിയാണ്, ചെന്നാൽ നിങ്ങളൊരു കത്ത് കൊടുത്താൽ ദയാഹർജി കിട്ടും. അപ്പനും അമ്മയും കൂടെ അവിടെ പോയി. പ്രസംഗം കേൾക്കുന്ന കണ്ണിക്കലിനോട് അവിടെ പോയിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങളുടെ മോനൊരു കുഴപ്പം കാണിച്ചു, 30 വയസ്സ് സാറേ, അവനെ തൂക്കിലിടരുത്, ഒരു വിടുതൽ ഹർജി കൊടുക്കണം. അപ്പം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പേപ്പർ എഴുതി തരാൻ പറഞ്ഞു. ആ പേപ്പർ എഴുതി കൊടുത്തു. ഒരു പേപ്പർ കൊടുത്തപ്പോൾ 2 മറുപടി അദ്ദേഹം കൊടുത്തു. 1, മോൻ എഴുതണം ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മര്യാദയ്ക്ക് ജീവിക്കാം. 2, ജയിൽ സൂപ്രണ്ട് എഴുതണം യവൻ കുഴപ്പമൊന്നുമില്ല. അപ്പനും അമ്മയും അമേരിക്കൻ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിൽ നിന്ന് പേപ്പറുമായിട്ട് ഇറങ്ങി. എല്ലാവരും കേൾക്കണേ, ഓടി പ്രസിഡന്റിന്റെ പേപ്പറുമായിട്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെന്ന് സാറേ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു, സ്തോത്രം, ദാണ്ട ഞങ്ങൾക്ക് പേപ്പർ എന്ന് സാർ ഒപ്പിട്ട് തരണം. മോനും ഒപ്പിട്ടാൽ പ്രസിഡന്റിന്റെ കോടതി അമേരിക്കൻ പ്രസിഡന്റ് ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയാൽ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടു. അവർ ഓടി ചെന്ന് വിളിച്ചു. ജയിലിന്റെ കാരാഗ്രഹത്തിനകത്ത് കിടക്കുക ജോർജ് വിൽസൺ, മോനെ നമുക്ക് വിടുതൽ ഹർജി കിട്ടി. അവൻ വന്നു. അവനിൽ നല്ല ചിന്തയില്ല. അവൻ ആ കാരാഗ്രഹത്തിനകത്തൂടി പേപ്പർ മേടിച്ചു. ഒപ്പിടാൻ കൊടുത്ത പേപ്പർ അവൻ വലിച്ചു കയറി ദൂരെ കളഞ്ഞു. അവർ നിലവിളിച്ചു. സൂപ്രണ്ട് ഓടി വന്ന് അയ്യോ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്ത പേപ്പറിൽ അവൻ ഒപ്പിട്ടെങ്കിൽ യവനൊരു വിടുതൽ ലഭിച്ചന്. ഇത് അലക്ഷ്യമായി അവൻ വലിച്ചു കീറിയത് കൊണ്ട് യവൻ മരണയോഗ്യൻ. ഇന്ന് പകൽ എത്ര പ്രസംഗം കേട്ടിട്ട് ഇതുവരെയും രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ നിന്റെ മുൻപിൽ നീട്ടുന്ന രക്ഷയുടെ ദൂത് വലിച്ചെറിഞ്ഞാൽ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പെട്ടുപോകും. അവസാനം ഒരു പെഡൽ കോട്ടി പോയി ജഡ്ജിയെ കാണാൻ. ജഡ്ജി പറഞ്ഞു നിങ്ങളുടെ മോന് ഞാൻ അവൻ നിഷേധിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു വിടുതൽ തന്നെങ്കിൽ വലിച്ചു കീറിയവൻ മരണയോഗ്യൻ. എത്ര വാറണ്ടുകൾ കൈ കിട്ടിയിട്ട് ഇന്ന് പകൽക്കാലം മടങ്ങി വരാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്ത് വീണുപോയ സഹോദര സഹോദരി, അവസാനമായി നീ കാൽവറിയിലേക്ക് മടങ്ങി വാ. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഇന്ന് പകൽ കേൾക്കണം. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. എല്ലാ CSIക്കാരും കേട്ടാട്ടെ. എന്താ 2 കാര്യം? നല്ല ദൈവസാന്നിധ്യം. അതുകൊണ്ട് പറയാ, എന്താ കാൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാർ. ഒരുവൻ നോക്കിയപ്പോൾ യേശുവിൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നു ഇവൻ യഹൂദന്മാരുടെ രാജാവ്. അവൻ യേശുവിനെ പരിഹസിച്ചു. നീ രാജാവെങ്കിൽ ഇറങ്ങി വാ, ഞങ്ങളെയും ഇറക്കിക്കോളാം. സ്വോത്രം. മറ്റേ കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി. ഇതിൻ്റെ പേരാ മലയാളം വെളിപ്പാട്. അവന് പിടികിട്ടി അവൻ ഇവിടെ തീർന്നാലും അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരുന്നവനാ. അവൻ പള്ളിയിലും വന്നിട്ടില്ല, പരസ്യോഗത്തിലും വന്നില്ല, ട്രാക്റ്റും കണ്ടിട്ടില്ല. വെളിപ്പാട് കിട്ടിയവൻ അവിടെ വെച്ച് സ്വർഗത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവേ
നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായ എന്നെയും ഓർക്കണമേ. കരമുയർത്തുന്നവർക്കായി ഇതിൻ്റെ പേരാ മക്കളെ മാനസാന്തര. സ്വോത്രം. ഇന്ന് സത്യവചനം കേൾക്കണം. ഉടനെ പറഞ്ഞില്ലേ, മേലുകാവിൽ പോയി ഫ്രാൻസിസ് തിരുമേനോട് ഒപ്പിടാൻ പറഞ്ഞു? ഇല്ല. നമ്മുടെ ഡിസ്ട്രിക്ട് ചെയർമാനോട് ഒപ്പിടാൻ പറഞ്ഞു? ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ കൗൺസിലിൽ കൊടുക്കാൻ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വെളിപ്പാട് കിട്ടിയവൻ സ്വർഗമുഖത്തേക്ക് നോക്കിയപ്പോൾ സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. നീ ഞാൻ രാജാവായിട്ട് വരുന്നവരല്ല, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. കരമുയർത്തുന്നവർക്കായി ഇതാ ഞങ്ങളുടെ കർത്താവ്. അതുകൊണ്ട് ഒരു പകലിൽ കൂടെ താങ്കൾ ഒരു പാപിയാണെങ്കിൽ മലകൾ തേടണ്ട, കാശുകൾ വാരി വാരി കൊടുക്കണ്ട, പടക്കവും വെടിയൊന്നും കൊടുക്കണ്ട. ആ കള്ളൻ പറഞ്ഞതുപോലെ ഞാനൊരു പാപിയാണെന്ന് നെഞ്ചത്ത് കൈവച്ചെന്ന് പറഞ്ഞ് അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്നൊരു വാക്ക് പറഞ്ഞപ്പോൾ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോഴല്ല ആ കരമുയർത്തി അല്ലെങ്കിൽ മുഖത്ത് നോക്കി കരഞ്ഞവന് മാറോട് ചേർത്തണയ്ക്കുന്ന സ്നേഹത്തെ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്നു. അതിൻ്റെ പേരാ ദിവ്യ കാരുണ്യ ക്രൂശിലെ സ്നേഹം. ഇന്ന് പകൽ ക്രൂശിന്റെ സ്നേഹം. അതാ നശിച്ചു പോകുന്നവർക്ക് ആ വചനം പോഷത്തു, എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. ബാക്കി രാത്രിയിലേക്ക് കിടക്കുമ്പോൾ ക്രൂശീകരണം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും കേട്ടാട്ടെ. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, കാൽവരിയിൽ പരമയാഗമായി. ബൈബിളിലൊരു ഭാഗമുണ്ട്, ക്രൂശ് ചുമങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. സന്തോഷമില്ലല്ലോ? ക്രൂശിൽ തൊടുന്നവൻ ശപിക്കപ്പെട്ടവൻ. യേശുക്രിസ്തുവിന്റെ ക്രൂശികള നല്ല ആരവാരവം. എല്ലാവരും കേട്ടാട്ടെ. പച്ച പൈൻമരത്തിന്റെ ക്രൂശ, രണ്ട് ഭാഗങ്ങൾ ലംബം തിരച്ചീത്, 33.5 തിരുവയസ്സുള്ള യേശു ഇങ്ങനെ പോകുക. യഹൂദ പരീക്ഷകൾക്ക് പിടികിട്ടിയ ഒരു കാര്യമുണ്ട്. എല്ലാവരും കേട്ടാട്ടെ. യഹൂദ പരീക്ഷകൾക്ക് പിടികിട്ടി ഈ ക്രൂശീകരണം തക്ക സമയത്ത് നടക്കുമെന്നൊരു ഭയം. ആ സമയത്ത് അവർ ക്രൂശി ചുമക്കത്തില്ല. 3 മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണി, ഇസ്രായേൽ സമയം 2 മണിക്കൂർ വ്യത്യാസം ഇന്ത്യയുമായി. 1 മണിയായപ്പോൾ പാടത്ത് പണി കഴിഞ്ഞിട്ട് ഒരുവൻ വരുന്നു, കുറേനക്കാരനായ ശീമോൻ. കേട്ടവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു, കരമുയർത്തുന്നവർക്കായി. എന്താ പ്രത്യേകത? അവനോട് യഹൂദൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ക്രൂശ് ചുമക്കണം. അയ്യോ, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. ക്രൂശ് ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവൻ എന്താ പെരിട്ടോണിയസ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ ചാട്ടമാറുമായിട്ട് പോകുന്നത്. അടിപേടിച്ച് നിർബന്ധപൂർവ്വം അവൻ ആ ക്രൂശ് ചുമന്ന്. പ്രസംഗം ക്ലിയറായിട്ട് കേൾക്കണം. ഇതാ വചനം. യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ആരാന്ന് യേശുവിനും അറിയത്തില്ല. പച്ച പൈൻമരത്തിൻ്റെ ക്രൂശ്. കുറേനക്കാരനെ ശീമോ നമ്മുടെ ഇടുക്കി ഏലത്തോട്ടത്തിൽ കിടക്കുന്നത് പോലെ ഒരു ചുട്ടിത്തോർത്തുമെടുത്ത് പൈസയായിട്ട് വീട്ടിപ്പാൻ വന്നവനാ. യേശുവിൻ്റെ ക്രൂശ് അടിപേടിച്ച് ചുമന്നപ്പോൾ പള്ളിയുടെ മേളിൽ വാട്ടർ ടാങ്ക് ഉണ്ട്, ആ വെള്ളം താഴെ വരുന്നത് പോലെ യേശുവിൻ്റെ ശരീരത്ത് കൂടി പച്ച പൈൻമരത്തിൽ കൂടെ രക്തമഴുകി. യേശു അറിഞ്ഞില്ല. ആ പുറത്ത് രക്തമെഴുതിയപ്പോൾ സ്വർഗത്തിൻ്റെ വാട്സപ്പ് ക്യാമറ ഇറങ്ങി. സ്വർഗം ചോദിച്ച എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ചുമക്കുന്നത് ആരാ? അപ്പം പറഞ്ഞൊരു കുറേനക്കാരനായ നാടൻ മലയാളം. അവൻ്റെ വീടൊന്ന് കാണിക്കാൻ പറഞ്ഞു. മൂലമറ്റത്തൊരു കുഞ്ഞു വീട്, ഒരു ഓലപ്പര, 2 കുഞ്ഞുങ്ങളതായി കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ മണ്ണ് വാരി കളിക്കുന്നു. സ്വർഗം പറഞ്ഞു പേന എടുക്കാൻ പറഞ്ഞു. സ്തോത്രം. അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒന്ന് എഴുതിയേക്കാൻ പറഞ്ഞു. 1, ക്രൂശ് ചുമന്നവൻ്റെ മകൻ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കണം. 2, ആരവൻ ആ കൽപ്പന കൊടുത്തോ ആ പീലാത്തോസ് ഇരുന്ന സിംഹാസനത്തിനകത്ത് അവൻ്റെ മകൻ ഇരിക്കണം. കരമുയർത്തുന്നവർക്കായി. സ്തോത്രം. യേശു അറിഞ്ഞില്ല. ഇതാ കാൽവറിയിലെ രക്തത്തിൻ്റെ ശക്തി, ബ്ലഡ് ഓഫ് ജീസസ്. ഇന്നത് കേട്ടുകൊണ്ടേ പോകാവൂ. പണിയെല്ലാം കഴിഞ്ഞ് ക്രൂശീകരണവും കഴിഞ്ഞ് നാടൻ ഭാഷ, ഇടുക്കിക്കാരുടെ ഭാഷ, മൂലമറ്റംകാർ പണി കഴിഞ്ഞ് വന്നപ്പോൾ ഓലപ്പറയാ. അമ്മാമ്മ ലൈബോയി കൊടുത്തു. അച്ചായനോട് പറഞ്ഞു കുളിമുറി പോയി കുളിക്കാൻ പറഞ്ഞു. സ്തോത്രം. അച്ചായൻ കുളിച്ചു, മണം മാറുന്നില്ല. വീണ്ടും 2ാമത് കുളിക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു വല്ലാത്തൊരു മണമാണല്ലോ നിങ്ങളെ. നാടൻ ഭാഷ. കുളിക്കാൻ പറഞ്ഞു, മണം മാറുന്നില്ല. 3ാമതും കുളിക്കാൻ പറഞ്ഞു. അച്ചായൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നും ഞാൻ ചേർന്നകത്താ പണിയെടുക്കുന്നത്. ഇന്ന് ക്രൂശിനെ ചുമന്നു. ഒരുവൻ്റെ രക്തം എൻ്റെ ശരീരത്തൊഴുകി. എത്ര ലൈബോയ് തേച്ചാലും ഈ മണം മാറത്തില്ല. കരമുയർത്തുന്നവർക്കായി. എന്നാ രക്തത്തിൻ്റെ ശക്തി ആ വീട്ടിനകത്തിറങ്ങിയോ? ആരാ? ഇടുക്കിയിലെ മൂലമറ്റത്തെ കൂലിപ്പണിക്കാരൻ്റെ മകൻ കളക്ടറാവോ ചെറുതോണി. കരമുയർത്തുന്നവർക്കായി. എന്നാൽ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഒരപ്പൻ ക്രൂശ് ചൊല്ലുന്നപ്പോൾ 1 അലക്സാണ്ടറിന്റെ ആരാക്കി പീലാത്തോസ് ഇരുന്ന ഗവർണറുടെ കളക്ടറേറ്റ് കസേരയ്ക്കകത്ത് ക്രൂശ് ചുമന്നവന്റെ മകനെ ദൈവം ഇരുത്തി. 2 വേറൊരുവനുണ്ടായിരുന്നു, രൂഫോസ്. രൂഫോസിന്റെ പ്രത്യേകത എന്താ? ക്രൂശ് ചുമന്നവന്റെ മകന് ലോകത്തിന്റെ മിഷണറി ആക്കാൻ എൻ്റെ ദൈവത്തിന്റെ കരമിറങ്ങി. അതുകൊണ്ട് ഇന്ന് പകൽ പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. അപ്പച്ചനങ്ങ് മരിച്ചുപോയി. അമ്മച്ചി റോമിലൊരു കൺവെൻഷൻ നടക്കുക. അമ്മച്ചി അവിടെ നിൽക്കുമ്പോൾ ധന്യനായ പൗലോസിലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക്
എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിന്റെ അമ്മയ്ക്കും വന്ദനം. കരമുയർത്തുന്നവർക്ക് ഇന്ന് പകൽ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഇടുക്കിക്കകത്തിറങ്ങിയ സഹോദരങ്ങളെ, അപ്പച്ചന്മാരെ, പള്ളിക്കും പട്ടത്തിന് അതുപോലെ തന്നെ കൺവെൻഷന് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വചന ചുമന്നവൻ്റെ തലമുറകളെ അനുഗ്രഹിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സന്തോഷമില്ലല്ലോ സഹോദരൻ? ഞാൻ പറഞ്ഞില്ലയോ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, 2017 ദക്ഷിണ കേരള മഹായിടവകയിൽ ഞാൻ ഇറങ്ങുന്നത് 8 വർഷം മുമ്പ്. അന്ന് അവിടെ കളക്ടറില്ലായിരുന്നു, ഡോക്ടറിലായിരുന്നു. എല്ലാ ഇടവക ദിനത്തിനും ഇന്ന് ഇരിക്കുന്ന റസാലം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറ് പ്രാർത്ഥിക്കണം, നമ്മുടെ സഭയിൽ കളക്ടർ വരട്ടെ, ഡോക്ടർ വരട്ടെ. പക്ഷേ എന്താ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന. അനവധി ഡോക്ടർമാർ ഇനിവേ കളക്ടർമാരെ ഉണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈസ്റ്റ് കേരള മഹായിടവകയിലും വിശ്വാസത്തോടെ പറയണം, നമ്മുടെ സഭയ്ക്കകത്തും കളക്ടർമാർ വരട്ടെ. സന്തോഷമില്ലല്ലോ? നമ്മുടെ സഭയ്ക്കകത്ത് ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കുന്ന രൂപോസുമാർ കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ആരിന്ന് പകൽ റിസീവ് ചെയ്യും? ഇന്ന് പകൽ റിസീവ് ചെയ്യും. നിന്നെ ദൈവം ഈ ഗ്രൗണ്ടിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ പറയണം, ഞാൻ വചനം എടുത്തുകൊണ്ട് ഇവിടെ വന്നെങ്കിൽ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. രൂപോസിനെ അനുഗ്രഹിച്ച ദൈവം, അലക്സാണ്ടറിനെ കളക്ട്രേറ്റിൽ ഇരുത്തിയ ദൈവം എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് പകൽ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് പറ, എൻ്റെ ദൈവം ആർക്ക് കടക്കാരനല്ല. ഒരു പകൽ കൂടി ഈ സത്യവചനം കേട്ടിട്ട് 6 ഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യം, അത്തിവൃക്ഷം പെരുങ്കാറ്റു തീർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ. നമ്പർ 1 കണ്ടൻ. അന്ത്യദിനം സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. അതിനു മുമ്പ് നീതി സൂര്യൻ. 2 ആകാശത്തിൽ നിന്ന് അസ്ട്രോയിഡ് വീഴും. അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ. 3 വാട്ടർ ഇൻഫെക്ഷൻ 200 കോടി പേർ മരിക്കും. അതിനു മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്തവരെ ചേർക്കാൻ യേശു മടങ്ങി വരും. ഇവിടെ മുഴുവൻ പാറ വീണ് രക്തവെള്ളം വരും. ആ രക്തവെള്ളം കുടിക്കുന്ന മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരും. താമസമിന മുല്ലപ്പെരിയാർ പൊട്ടോ. മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഇസ്രയേലിന്റെ പാളയത്തിനകത്ത് ചെങ്കടൽ കൂടി മോശയാൽ ദൈവജനം നടത്തപ്പെട്ടതുപോലെ ഒരു കൂട്ടം ഇടുക്കിയിൽ നിന്ന് നിത്യ വീട്ടിലേക്ക് യാത്രയാകും. കരമുയർത്തുന്നവർക്ക് സകല മലകളും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോകും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എല്ലാം മരണം കാണാൻ കാത്തിരിക്കും. അതിൻ്റെ നടുവിൽ നമ്മുടെ പ്രത്യാശ, ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, യെരൂശലേം, അത് ഇടുക്കിയിൽ നിന്ന് വന്യമൃഗങ്ങൾ, അതുകൊണ്ട് വാൾ കൊണ്ട്, ക്ഷാമം കൊണ്ട്, മഹാവ്യാധി കൊണ്ട്, ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് കൊല്ലുവാൻ അവൻ അധികാരം ലഭിച്ചെങ്കിൽ ഇന്ന് പകൽ കേൾക്കുന്നത്, വാള് കണ്ടു, ക്ഷാമം കണ്ടു, കാട്ടുമൃഗം ഇടുക്കിയിൽ ഇറങ്ങിയത് കണ്ടു. ഇതിൻ്റെ നടുവിൽ പുറപ്പെട്ടു പോരാനുള്ള ഒരു രക്ഷിത ഗണത്തെ കർത്താവ് ശേഷിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് മലാക്കി 4:2 സോമദാസ് സാർ പറയുന്നു, മനുഷ്യൻ അന്യഗ്രഹങ്ങൾ. മിസ്റ്റർ ഫ്രാങ്ക് പറയുന്നു, സൂര്യൻ ഇറങ്ങാൻ പോകുന്നു. എന്നാൽ കണ്ണിക്കൽ സീസയിൽ അപ്പോൾ ദൈവമക്കൾ പറയണം, ഈ സൂര്യൻ ഇവിടെ ഉറങ്ങുന്നതിന് മുമ്പ് നീതി സൂര്യൻ രോഗോപശാന്തിയോട് തൻ്റെ മക്കളെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി മടങ്ങി വരാറാ. കൺവെൻഷൻ ടീം ഇതാ അവൻ വരുന്നു, മേഘാരൂഢനായി അവൻ വരുന്നു. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ സകല ഗോത്രങ്ങളും അവനെ ചൊല്ലി വിലപിക്കും. രാത്രിയിൽ അവസാന ഭാഗം എലോൺ മസ്ക് മൈക്രോചിപ്പ്, വേൾഡ് ഈസ് കമ്മേ മൈക്രോചിപ്പ്, അതായിരിക്കും ഈ രാത്രി കുഞ്ഞുങ്ങൾക്കെല്ലാം വരാം. റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തായിരിക്കും ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം. ഇന്ന് പകൽ ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. നമുക്ക് ഇത്രയും നല്ല വചനങ്ങൾ ഈ പള്ളിമുറ്റത്ത് കർത്താവ് തന്നതിന്, ഇത്രയും മക്കളെ ദൈവം കൊണ്ടുവന്നതിന്, സിനിമ കാണാൻ പോകാതെ, നാടകം കാണാൻ പോകാതെ, ഇടുക്കി ഡാമുകൾ കറങ്ങാൻ പോകാതെ പള്ളിമുറ്റത്ത് വന്ന സകല മക്കളെയും അനുഗ്രഹിക്കുക. സ്വർഗത്തിൻ്റെ കരം ഇന്ന് പകൽ ഇറങ്ങട്ടെ. സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യമുണ്ട്.